ആപ്പാന്റെ തല്ല് കിട്ടിയവരുണ്ട്, വയറ്റത്ത് കത്തി കയറിയവരുണ്ട്. ഏതാ പ്രതിജ്ഞ എന്നറിയോ? പൂനൂരിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളെ കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നോണ്ട ആ പ്രതിജ്ഞയിലടക്കം വെള്ളം ചേർത്തു. ബഹുമാനനായ അക്ബർ സാഹിബ്, അങ്ങയോട് സ്നേഹമുണ്ട്, അങ്ങയോട് ബഹുമാനമുണ്ട്. ഈ മൈക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും താങ്കളും കുവൈത്തിൽ വെച്ച് അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ വെച്ച് നമ്മൾ രണ്ടുപേരും ഔഖാഫിന്റെ പ്രതിനിധികളായി ഇസ്കോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ 3 ദിവസം തുടർച്ചയായി താങ്കൾ തുടങ്ങി വെച്ച് താങ്കൾ അവസാനിപ്പിച്ച ചർച്ചയാണ്. എന്തുപറ്റി താങ്കൾക്ക് എന്ന് എനിക്കറിയില്ല. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. എന്താ വിഷയം എന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ലഘുലേഖയിൽ എഴുതി, ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായതേട്ടം നടത്തുന്നു എന്നതിലെ സഹായതേട്ടം, ആ സഹായതേട്ടം വ ഇയ്യാക നസ്തഈൻ ആ ഇസ്തിആനത്ത് വേണമെങ്കിൽ മനുഷ്യർ അതിൽ നിന്ന് ഒഴിവാണ്. മനുഷ്യരോടും അത് ചോദിക്കാം. ഏതാണ് ആ ഇസ്തിആനത്ത്? ഇബാദത്താകുന്ന ഇസ്തിആനത്താണത്. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ ശേഷം വാവ് ചേർത്ത് ഇസ്തിആനത്ത് കൊടുത്തത്. രണ്ടും തുല്യാർത്ഥമുള്ള ഇസ്തിആനത്താണ്. എത്ര കാലഘട്ടം നമ്മളതിന് ചെലവഴിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, സഹായതേട്ടമേ നടത്താറുള്ളൂ എന്ന് പറയുന്ന സമസ്തക്കാർക്ക് മറുപടി പറഞ്ഞു, ഇവിടുത്തെ ഇബാദത്തും ഇവിടുത്തെ ഇസ്തിആനത്തും ഒന്നാണ്. അതുകൊണ്ട് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ റബ്ബിനെ മാത്രമേ വിളിക്കൂ, ഞാൻ വേറാരും വിളിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്ന് പറഞ്ഞെടുത്ത് തൊടേണ്ടി വന്നു. തൗഹീദ് പൊളിയണതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ നെഞ്ചത്ത് കൈവച്ചെടുക്കുന്ന പ്രതിജ്ഞ പിഴച്ചിട്ടാണ് പുളിക്കല്. കാരണവന്മാരെ, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചേതോവികാരമല്ലാതെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് വേറെ വിഷമൊന്നുമില്ല. പുളിക്കല കുട്ടികളെ പറ്റി വലിയ കംപ്ലൈന്റ് പറഞ്ഞ സലഫി, പുളിക്കല കുട്ടികൾ, കേരളത്തിലെ തൗഹീദുള്ള മൻഹജുള്ള കുറെ കുട്ടികൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയെ സൃഷ്ടിക്കുകയുള്ളൂ. അതിനു പറ്റിയ കുട്ടികളെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൂടുതൽ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ പണിയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പുളിക്കല കുട്ടികളെ പറ്റി പറഞ്ഞ പരാതി വേറെ പല സ്ഥലത്തും പറഞ്ഞ പരാതി കൂടുതൽ പരാതിയായി വരും. സമീഉ ദുആ, അല്ലാഹു അല്ലാത്തവരുമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ പ്രത്യേക പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഭൗതിക അഭൗതിക എന്നുള്ളത് അത് പൊളിച്ചു. അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു? പ്രാർത്ഥനയുടെ നിർവചനം പൊളിയേണ്ടി വന്നു. പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞപ്പോ സ്വാഭാവികമായും ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇയ്യാക നഅ്ബുദുവിൽ തൊടേണ്ടി വന്നു. ഇയ്യാക നഅ്ബുദുവിൽ തൊട്ടപ്പോ അതിന് തെളിവെടുക്കേണ്ടി വന്നു. വതആവനൂനൽ ബിർരി വത്തഖ്വ എടുത്തു. അപ്പൊ അത് ദുർവ്യാഖ്യാനിച്ചു. ഞാൻ അങ്ങോട്ട് പോണില്ല, ഫൈസൽ മൗലവി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഖുറാഫികളെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ പറ്റാതെയായി. മൂവാറ്റുപുഴയിലെ വിഷയം പലതവണ ഞങ്ങൾ ചോദിച്ചു. ഹനീഫ് കായക്കൊടി എഴുതി വെക്കൂ, മൂവാറ്റുപുഴയിലെ വിഷയം അടുത്ത തവണ വരുമ്പോ പ്രതികരിക്കൂ. നിങ്ങൾ എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഓനൊന്നും എനിക്ക് മറുപടി അറിയാൻ മാത്രം ഉള്ള ആളല്ല. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും മുജാഹിദുകൾക്ക് വേണ്ടി നിങ്ങൾ മറുപടി പറയും. ഞങ്ങളെ പണ്ഡിതന്മാർ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മറുപടി പറയും അല്ലെ? ഓനെ കണ്ട് അവോയ്ഡ് ചെയ്താൽ മതി. നല്ല സുഖ അങ്ങനെ പറഞ്ഞാല്. പക്ഷെ ഇവിടെ ചോദ്യങ്ങൾ കുറെ ബാക്കിയുണ്ട്. അതാണ് കിട്ടണം, അതിന്റെ ഉത്തരാണ് കിട്ടണം. നമ്മളെ വലിയ ആളായിട്ട് നിങ്ങൾ അംഗീകരിക്കണ്ട. ഇതേ ചോദ്യമൊക്കെ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എനിക്ക് മറുപടി പറയണ്ട. അതിന് മാത്രം വലിപ്പൽപ്പ് എനിക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇത് വളരെ ക്ലിയറാണ്. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടണം. എന്താ? ജിന്നും മലക്കും അഭൗതികാകുമ്പോ സിഹിർ വർക്ക് ചെയ്യണതാരാ? സിഹിറിൽ വർക്ക് ചെയ്യണതാരാ? ജിന്നാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അത് ശിർക്കിൽ, ആ സംഗതി സിഹിറിൽ വിശ്വസിക്കുന്നത് ശിർക്കല്ലേ എന്ന് വെച്ചപ്പോ വിശ്വസിച്ചാൽ ശിർക്കാകൂല, പ്രാർത്ഥിച്ചാലേ ശിർക്കാകുള്ളൂ എന്നാണ്. മുഹയ്യിദ്ദീൻ ശൈഖിനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ? അതുകൊണ്ട് ഉസാമത്ത് ബിൻ സൈദിനെ വിളിച്ച്, 17 വയസ്സായ ഉസാമയെ വിളിച്ച് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഉസാമ നീ എന്തിനാണ് യുദ്ധക്കളത്തിൽ വെച്ച് ആ മനുഷ്യന്റെ കഴുത്തറുത്തത്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് നീ അവന്റെ ആ കഴുത്തറുക്കും മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയം പിളർന്നു നോക്കിയിരുന്നോ എന്ന് ഉസാമ ചോദിച്ച ചോദ്യം, സർ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ബഹുമാനനായ ഹനീഫ് കാ നിങ്ങളോട് ചോദിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകളുടെ ഹൃദയം ഇങ്ങനെ വലിച്ചു പൊളിച്ചു നോക്കി, അതിലേക്ക് എത്തി നോക്കി ഹുക്മ് പറയുന്ന നിങ്ങൾക്ക് തൗഹീദിൽ പിഴച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം നിങ്ങളിതാ
ഈ സമീഉദ് ദുആ പ്രാർത്ഥന കേൾക്കുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന തത്വത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന് നിങ്ങൾ വ്യാഖ്യാനങ്ങളുമായി വരും. നിങ്ങളുടെ വ്യാഖ്യാനം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ വ്യാഖ്യാനത്തിന്റെ ഉത്തരം കഴിഞ്ഞ പരിപാടിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി ഒന്നും കൂടി കേട്ടതിന്റെ ശേഷം വ്യാഖ്യാനായിട്ട് വന്നാൽ മതി എന്ന് മാത്രമാണ് ആ സംഗതിയെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ശിർക്ക് വരുന്നത് ഉറുമ്പരിക്കുന്നത് പോലെയാണ്. ഉറുമ്പരിക്കുന്നത് പോലെ ശിർക്ക് ഇയ്യാക നഅ്ബുദുവിലടക്കം കയറി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ നടത്തി റബ്ബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹ് പറഞ്ഞത് വമൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതമോ നരകവുമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നു. ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതേണ്ടി വന്നു. എന്താ എഴുതേണ്ടി വന്നത്? ഉമർ മൗലവി അദ്ദേഹം ആളെ നോക്കണ്ട, തെളിവ് നോക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നർത്ഥം അല്ലേ? ഞങ്ങളത് പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടൊക്കെ വന്നിട്ട് ഒരു മുതലാളി ഉണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ട്രഷറൽ പോസ്റ്റിൽ ഇരിക്കുന്ന മുതലാളി. അയാൾ ട്രഷറൽ പോസ്റ്റിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം, അല്ലേ പറയില്ല. ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തിയില്ലേ, ഇനിയിപ്പോ അയാൾ പറഞ്ഞാൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ. ഉമർ മൗലവിനോട് മൂപ്പർക്കുണ്ട് സ്നേഹം തോന്നിയിട്ടേ, എന്നാലേ ഫൈസൽ മൗലവി കേൾപ്പിക്കും ഉമർ മൗലവിക്ക് തൗഹീദിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. നിങ്ങളെ മുൻനിര നായകനായി എഴുതിയത് മുൻനിര നായകൻ. എന്താ കാരണം? ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയതല്ല, നിങ്ങൾക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു. നിങ്ങളെ തൗഹീദിൽ നിന്ന് നിങ്ങൾ സലഫി പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് പോയി. അപ്പൊ ഉമർ മൗലവി ഉള്ളത് എവിടെ? മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിലാ. അപ്പൊ ഇവിടുന്ന് നോക്കിയപ്പോ നിങ്ങൾക്ക് തോന്നി തെറ്റ് പറ്റിയതാണ്. സംഗതി കേസ് വേറെയാണ്. എന്നിട്ട് ഉമർ മൗലവിനോട് എന്താ സ്നേഹം അറിയോ? ഇതേ നൂർസക്ക ഉമർ മൗലവി വിയർപ്പും ഉമർ മൗലവി കണ്ണീരും ഒഴുക്കിണ്ടാക്കിയ സൽസബീൽ മസ്ജിദിൽ അല്ലേ, ഒന്നെടുത്ത് വായിച്ചു നോക്കണം. ഇടക്കൊക്കെ തിരക്കിന്റെ ഇടയ്ക്ക്, കമ്പിക്കച്ചവടത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് ഉമർ മൗലവിന്റെ ഓർമ്മകളുടെ തീരെടുത്ത് ഒരു വട്ടം വായിച്ചു നോക്കിയാൽ ചിലതൊക്കെ നിർത്താം. CD ടവർക്കുള്ള ചില യാത്രയ്ക്ക് ഒഴിവാക്കാം. മനുഷ്യന്മാരെ പറ്റിയുള്ള ചില ഫോൺ കോളൊക്കെ ഒഴിവാക്കാം. ഉമർ മൗലവിയുടെ വിയർപ്പിന്റെ ഗന്ധവും കണ്ണീരിന്റെ നനവുമുള്ള സൽസബീൽ മസ്ജിദിലേക്ക് മകൻ മുബാറക് മദീനി ഉമർ മൗലവി അദ്ദേഹം ജീവിതകാലത്ത് എഴുതിയ ഖുർആൻ പരിഭാഷയുടെ കെട്ടുമായി ചെന്നപ്പോ ഇങ്ങോട്ട് കയറരുത് എന്ന് ആജ്ഞാസ്വരത്തിൽ പറയാൻ ആൾ ഏർപ്പാടാക്കിയത് ആരായിരുന്നു? അങ്ങനത്തെ ആളുകളാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് മുജാഹിദുകളുടെ ആദർശം നഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ട്രഷറർ പോസ്റ്റിൽ നിന്നിട്ട് ഉമർ മൗലവിനെ സ്നേഹിക്കുന്നത് അല്ലേ? ഉമർ മൗലവിയുടെ മഹത്താരും പറഞ്ഞിരണ്ട സിയാങ്കണ്ടം പള്ളിയും ഇവിടുത്തെ ചില കാര്യങ്ങളുമൊക്കെ ഉമർ മൗലവിയുടെ വഖഫ. ഞങ്ങൾക്കതൊക്കെ അറിയാം. ഞങ്ങളൊരു പ്രദേശത്ത് കൂടെ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യോഗം കൂടുമ്പോഴൊക്കെ അതൊക്കെ ഓർത്തും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനത്തെ അതുല്യമായ ഗൈഡൻസ് ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കണവരെ ഞങ്ങൾ അതൊക്കെ പറയലുണ്ട്, പഠിപ്പിക്കലുണ്ട്, മനസ്സിലാക്കലുണ്ട്. അതുകൊണ്ട് ആജാദൊന്നും ഇറക്കണ്ട. പിന്നെന്താ പറയുക, ഒപ്പം ചില ആളുകൾ ട്രസ്റ്റിനെ പൈസ കൊടുക്കുള്ളൂ, നെതുവത്തിന് പൈസ തരൂല. കേരള നെതുവത്തുൽ മുജാഹിദീനെ പേരുണ്ടായതുകൊണ്ട് കാര്യമല്ല, അതിന്റെ ഉള്ളിൽ തൗഹീദ് വേണം. സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു അല്ലാത്തവരുണ്ട് എന്ന് പറയുന്ന കൂട്ടർക്ക് ഇയ്യാക നഅ്ബുദു ഇസ്തിആനത്ത് മനുഷ്യരോട് നടത്താം എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. ഇനി മരിച്ചോല് പോട്ടെ, ജീവിച്ചിരിക്കണം എനിക്ക് കുട്ടീനെ കൊണ്ടാന്ന് പറഞ്ഞ ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. എവിടുക്കാ നിങ്ങൾ പോണത്? എവിടുക്ക? അമൃതാനന്ദം അതിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ച ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. ആ ആളുകൾക്ക് എങ്ങനെ ട്രസ്റ്റ് കിട്ടുക? എന്നിട്ട് വൈറ്റിലയിൽ പണ്ട് ട്രസ്റ്റ് ആക്കാൻ നോക്കിയപ്പോ ബാബു മൂപ്പൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെ ട്രസ്റ്റ് അല്ലേ? നിങ്ങൾ വ്യക്താക്കണം. നെതുവത്തിന്റെ പേരിലാണ് രജിസ്ട്രേഷൻ, നെതുവത്തിന്റെ പേരിലാണോ രജിസ്ട്രേഷൻ? എന്നിട്ട് PN അബ്ദുൽ ലത്തീഫ് മൗലവി ഇപ്പോ ട്രസ്റ്റിനാ കൊടുക്കണത്. PN-ന് എങ്ങനെ കൊടുക്കേണ്ടെന്ന് ശരിക്കറിയാം. PN-ന് നിസ്കരിക്കാനുള്ള പള്ളിന്റെ വഖഫ് കഴിഞ്ഞ് PN-ന്റെ അടുത്ത് എത്തിയപ്പോ അല്ലേ, PN-ന്റെ അടുത്ത് എത്തിയപ്പോ ബന്ധപ്പെട്ട ആളുകളോട് എടുക്കുക, നിങ്ങൾ നെതുവത്തിന്റെ ഓഫീസിൽ പോയിട്ട് അത് നെതുവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കടലാസിന് കൊണ്ടുവന്നേരി, ഞാൻ തരാം പള്ളി. അവിടെ ഇയാത്രാസിനോട് വാങ്ങിത്തരാന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് ഹുസൈൻ മടവൂരിന്റെ കിണറ്, ഹുസൈൻ മടവൂരിന്റെ കാറ്, ഹുസൈൻ മടവൂരിന്റെ ബസ് എന്ന് പറഞ്ഞ പോലെ PN-ന്റെ കിണറ്, PN-ന്റെ കാറ് ഇവിടെ ഇല്ലല്ലോ. എന്തല്ലാത്തത് സംഘടനാ ചാനൽ തന്നെ കൊണ്ടുവന്നേ. സംഘടനാ ചാനലിൽ ഇത് കൊടുക്കേണ്ട നേരത്ത് കൊടുത്തിട്ടുണ്ട്, ചെയ്യേണ്ട നേരത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ PN-ന്റെ 2 ക്ലിപ്പ് ആകപ്പോ കഴിഞ്ഞ പരിപാടിയിലുള്ളൊരു പുതുമ എന്താ?
PN 2 ക്ലിപ്പ് ഇട്ടു. അതിലൊരു ക്ലിപ്പ് എന്താ, പിഞ്ഞാണ് എഴുതണ്ടെന്ന് PN പറഞ്ഞു. എന്താ പരിപാടി? പിഞ്ഞാണ് എഴുതണ്ടെന്ന് PN അല്ലേ പറഞ്ഞേ? പുളിക്കൽ വെച്ച് നടന്ന കാര്യങ്ങളുടെ മൈലേജിൽ ഓടാൻ ശ്രമിക്കുന്ന നിങ്ങളെ കൊണ്ട് പിഞ്ഞാണ് എഴുതിച്ച ആളാണ് PN. PN പൈലില്ല എന്നുള്ളത് നിങ്ങളെടുത്ത് തെളിവുണ്ടോ? PN അബ്ദുൽ ലത്തീഫ് മദനി ഇപ്പോൾ പിഞ്ഞാണ് എഴുതണം എന്ന് പറയുന്ന ആളാന്നുള്ളതിന് വല്ല തെളിവുകൾ എടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലിട്ട് കേൾപ്പിക്കും. നമ്മൾ കുറെ കത്തും കടലാസൊക്കെ കൊടുത്തേച്ചല്ലോ, ക്ലിപ്പാണ് കൊടുത്തേക്കും കുട്ടികളെടുത്തേക്ക്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കുട്ടികളില്ല ഇവിടെ, ഓലെടുത്ത് കൊടുത്താൽ മതി. ഓലൊക്കെ റെഡിയാക്കി കൈ തരും, ഒരു പ്രശ്നമല്ല. ഓലെന്താന്ന് വെച്ചാൽ ജോലിന്റെ ഇടയിൽ ഇതിന് സമയമുണ്ട് അവർക്ക്, ഓലത് ചെയ്തോളും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം പറയാം. പിന്നെന്താന്ന് വെച്ചാൽ മുഅ്ജിസത്താണ് എന്ന് PN പറഞ്ഞിരുന്നു. ആ ചർച്ചന്റെ ബാക്കിയും കൂടി നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? ആ ചർച്ചന്റെ ബാക്കി എന്താ അറിയോ? ഉഖ്റുജ അദുവല്ലാഹ് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതാ. അപ്പൊ അബൂബക്കർ സൽഫി ചോദിച്ചു, ഒരു മിമ്പറിൽ നിന്നിട്ട് റസൂലുള്ള അങ്ങനെ പ്രാർത്ഥിച്ചു മഴയ്ക്കു വേണ്ടി, ഒരാൾ വന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ മഴ പെയ്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇനി അങ്ങനെ മഴക്ക് തേടാൻ അവകാശം റസൂലുള്ളാഹിക്ക് മാത്രമെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് നേരത്തെ കണ്ട ജാതി. അപ്പൊ ഇവർക്ക് ഷുഗറൊക്കെ ഉണ്ടാവും. ഇപ്പൊ എണീറ്റിട്ട് കണ്ടോ, ഇതന്നെ പ്രശ്നം, ഇതന്നെ ഇജ്തിഹാദ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റൂല. ഇടക്കിടക്ക് ആ 10-15 കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റാത്തത് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ജാതി ഒന്നും ഇറക്കണ്ട. എന്നിട്ടോ ഈ യോഗം നിങ്ങൾ കേൾക്കേണ്ടത് അനീഫ് കായക്കൊടി മറ്റൊരു ജിഷാനാണ് എന്ന് പറയുന്നതിൽ ഒരു വിഷമം എനിക്കില്ല. എന്താ അറിയോ, ഈ പ്രോഗ്രാം ആരാ റെക്കോർഡ് ചെയ്തത്? ഹിദായ മൾട്ടിമീഡിയ, ഗൾഫ് മൾട്ടിമീഡിയ. ആരാ അത്? കുറ്റ്യാടി മൾട്ടിമീഡിയ. അങ്ങനെയുണ്ട്. മൂപ്പര് എല്ലാ പരിപാടിയും റെക്കോർഡ് ചെയ്യും. അതിന്റെ തുടക്കം എന്താ അറിയോ? തുടക്കത്തിലൊരു ചർച്ച, ഇത് റെക്കോർഡ് ചെയ്യണമോ വേണ്ടയോ? എല്ലാരും റെക്കോർഡ് ചെയ്യണ്ടല്ലോ, ഇത് നമ്മളൊരു സ്വകാര്യ ചർച്ചയല്ലേ. എന്നിട്ട് ആ സ്വകാര്യ ചർച്ച പോക്കറ്റിലിട്ട് റെക്കോർഡ് ചെയ്ത് അത് മുറിക്കുമ്പോ മയൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആയത്ത് ഓർമ്മണ്ടാണം. മരിച്ചു ചെല്ലണം, എത്ര പോന്നൊരു ചാലക്ക് കൊണ്ടുപോയി കിടത്തും, എന്നിട്ട് മേലെ കല്ലിടും, അതിന്റെ മേലെ മണ്ണിടും. അത് എനിക്കൊക്കെ വരാണ്ട് ഓർമ്മ വേണം. എന്നിട്ട് ഇനിയും കേൾപ്പിക്കുങ്ങള്. എന്താ നിങ്ങൾക്ക് പേടി? 1.5 മണിക്കൂർ PhD വിശദീകരിക്കണല്ല അന്നാണ്. പേട്ടൊടുക്കും ജനങ്ങൾക്ക് ഇട്ടൊടുക്കുക. ആ ചർച്ചയിലേക്ക് ജനങ്ങൾ കേൾക്കേണ്ടതുണ്ടെങ്കിൽ ചർച്ചയാണത്. അതിന്റെ തീരുമാനം എന്താ? തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഒന്നിൽ പോലും വീഴ്ച വരുത്താതെ യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇപ്പോഴും അതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനം ഇവിടെ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ ലാസ്റ്റ്? അത് നബിനെ ആദ്യം സാധാരണക്കാരനാക്കി, പിന്നെ വെറും സാധാരണക്കാരനാക്കി, പിന്നെ അങ്ങനെയാണ് ഖുറാഫികളാക്കണ പോലെയാണ് ഇവർ റുഖിയനെ പറ്റി നമ്മളെ പറ്റി പറയണത്. ഞങ്ങളെ നിലപാട് എന്താവെന്നു പറയും. ഞാൻ ചോദിച്ചിരുന്നു സലാം വാങ്ങാൻ പോയതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്? അബ്ദുറഹ്മാൻ സൽഫി മുസല്ല വിരിച്ച് കമഴ്ന്ന് കടന്നെടുത്ത് ആ ഷെയ്ഖ് തുപ്പിക്കൊടുത്ത് റുഖിയ ശർഇയ്യ നടത്തിയതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ നിങ്ങൾ പറയാത്ത? പാലത്ത് അബ്ദുറഹ്മാൻ മദനി പോയതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി റുഖിയ നടത്തിയതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിങ്ങൾ മിണ്ടാത്തേ? എന്താ അത്? കേവലം പ്രാർത്ഥനയാണെങ്കിൽ എന്തിനാ കടന്നെടുത്ത്? എന്തിനാ തുപ്പിയത്? എന്തിനാ പറയണം ജനങ്ങളോട്? ഇതൊന്നും പറയാതെ കുറച്ച് ക്ലിപ്പിട്ട് മായാജാലം കാണിച്ച് നേരത്തെ ചോദ്യോത്തരം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെന്ന ചോദ്യോത്തരമൊക്കെ കാര്യമായിട്ട് ഉണ്ടാവുന്ന. അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച് അതിന് 1.5 മണിക്കൂർ മറുപടി അല്ലെ? രണ്ടാമത്തെ ആകെ എത്ര ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പരിശോധിക്കും. എന്താ നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാൻ പേടി? നിങ്ങൾ എന്നിട്ടൊരു ക്ലിപ്പുണ്ടല്ലോ, അള്ളാഹു അല്ലാത്തൊരു പ്രാർത്ഥന കേൾക്കുന്നു തെളിയിക്കാൻ വേണ്ടി. അതിൽ കരീം മൗലവിന്റെ അടുത്ത് എത്ര സമയം മൈക്കാ? എത്ര സമയം പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മുഖാമുഖം നടത്താന്? മൈക്ക് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നാ ഒരു സംവാദം അബ്ദുറഹ്മാൻ സൽഫിനെ മുന്നിൽ നിർത്തി കൊടുക്കും. മൂപ്പര് മുഖാമുഖം. മൂപ്പരിങ്ങനെ പലപ്പോഴും പറയലുണ്ട്, അണ്ടോണനോട് ഞാൻ നടത്തി, മറ്റോടത്ത് നടത്തി. നിങ്ങളങ്ങനെ നടത്തി എന്നുള്ളതിൽ സർ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾ മുജാഹിദായിരുന്ന കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ നടക്കാൻ പറ്റിയിരുന്നു. അന്ന് നിങ്ങളടുത്ത് തൗഹീദ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങള് 2013 2012 പുതിയ തൗഹീദ് കൊണ്ടെന്ന് തന്നെ പ്രശ്നം. പിന്നെ സാലിസിനെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടേ ഇരുത്തിയതാണ്. തടിവണ്ണൊക്കെ കണ്ടപ്പോ നമ്മൾ കുറച്ച് അന്തണ്ടെന്ന് വിചാരിച്ചില്ലേ? എന്താ സംഭവം നിങ്ങള്? ഇവിടെ ഹൈദരാലി സാഹിബ് ഉണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് നടത്താൻ തീരുമാനിച്ച സംവാദ. ജബറൂത്തും വേറെ ദഫാസുള്ള മറ്റോ പറഞ്ഞൊരു കുട്ടിയും ആണ് വിളിച്ച് ഇത് അറേഞ്ച് ചെയ്യണത്. അവസാനം നിച്ച് ഓഫ് ട്രൂത്തിൽ ഇത് നടത്തണ്ട, അത് പ്രശ്നമാവും പറഞ്ഞപ്പോ പലയിടത്തേക്കും വിളിച്ച് വിളി അങ്ങോട്ടും ചെന്നു, പന്നിപ്പാറക്കും ചെന്നു. പന്നിപ്പാറയിലെ ആ വീട് എനിക്ക് ചെറിയ പ്രായം മുതൽ അറിയണ വീടാണ്. അബ്ദുറഹ്മാൻ സൽഫിക്ക് എന്നെക്കാളും അറിയണ വീടാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ ഇപ്പൊ പറയണൊക്കെ ശരിക്കും മനസ്സിലുണ്ടാവും.
അപ്പൊ ഞാൻ പറയണോക്കെ. എന്നിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിച്ചു. എത്ര വയസ്സ്? 3 3.5. പള്ള നിറച്ചനെ കിട്ടിയപ്പോഴേ മാന്യമായ ഭാഷയിൽ എങ്ങനെ സംവാദം നടത്തുന്ന കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത്. ഒച്ചമ്പിടിയൊന്നും ഇല്ലാതെ നല്ലൽക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും സംവാദമാകുമെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോ അതിന്റെ ക്ഷീണം തീർക്കാൻ. എന്നിട്ട് ഫൈസലിന്റെ നിലയും വില അറിയണമെങ്കിൽ ഓന്റെ മുന്നിൽ ചെന്നാ മതി. ആ ചെന്നതൊന്ന് കണ്ടാ മതി. ശരി, സെലഫിക്ക് ഈ വിഷയത്തിൽ പന്നിപ്പാല സംവാദത്തിൽ സാലിസ് ഭയങ്കര പ്രകടനം കാഴ്ചവെച്ചു എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു 100 കോപ്പികൾ എടുത്ത് വിതരണം ചെയ്യും. ഞങ്ങൾ കഴിഞ്ഞ പരിപാടി പറഞ്ഞിരുന്നു, മംഗലാപുരം സംവാദം ഒരു 25 കോപ്പി കൊടുക്കാൻ പറ്റുമോ? പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഇനി പുളിക്കൽ കുട്ടികളത് ചോദ്യം എഴുതി ഒട്ടിക്കണോ? എന്നാ ഒട്ടിച്ചാളി. നാളെ ഈ 2 ചോദ്യം എഴുതി ഒട്ടിച്ചാളി. അത്രേ ഉള്ളൂ. ചോദ്യം എഴുതി ഒട്ടിച്ചാലേ പ്രതികരിക്കുള്ളൂ. എന്തു വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളും. നിങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കും ചെയ്യും, നിങ്ങളവിടെ വരുത്തിക്കും ചെയ്യും, നിങ്ങളെ കൊണ്ട് പറയിക്കും ചെയ്യും. ഇനി അതിപ്പോ എന്താ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ അജണ്ട കൊണ്ടുവരണ്ട. മറുപടി പറയാത്തത് എന്താന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതിയും തന്നാ മതി. ഇങ്ങോട്ട് ഇപ്പഴ തന്നാ മതി. മറുപടി ഞങ്ങൾ പറഞ്ഞോളാം. എന്താണ് മറുപടി വരാത്തെന്ന് ലിസ്റ്റ് ചെയ്ത് തന്നാ ഒക്കെ മറുപടി നമ്മൾ പറഞ്ഞോളും. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്നും പറഞ്ഞോളും. അടുത്ത പരിപാടിയിൽ പ്രസംഗിക്കാൻ പറഞ്ഞോളും. അതുകൊണ്ട് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമുക്ക് അടുത്ത പരിപാടി വെക്കണ്ട എന്ന് തീരുമാനിക്കണ്ട. CD ടവറിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എനിക്കറിയാം. അവിടുന്ന് കിട്ടും പൈസ. സംഗതി ഇത് അബ്ദുറഹ്മാൻ സൽഫി ഉണ്ടാക്കിയ തൗഹീദ് ആയതുകൊണ്ട് പൈസ അവിടുന്ന് കിട്ടും. അതുകൊണ്ട് അവിടുന്ന് കാര്യങ്ങൾ വാങ്ങണം എന്നാണ്. പിന്നെ ഉഖ്റുജ അതുവല്ല എന്ന് പറയാന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പറയാൻ പറ്റൂല എന്ന് വേറൊരു കാലത്ത് അഭിപ്രായം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോഴോ അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം, നിലപാട്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ വിഷയം ക്ലിയറാണ്. വിഷയം വളരെ ക്ലിയറാണ്. ഈ ഒരു നിലക്ക് മുന്നോട്ട് പോവുകയാണ്. സ്വകാര്യമായി ഫോണുകളിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഇവിടെ പ്രദർശിപ്പിച്ച സ്ഥിതിക്ക് ചിലത് ഞങ്ങൾക്കും ഇടാനുണ്ട് അല്ലേ? ചിലത് ഞങ്ങൾക്കും ഇവിടെ കേൾപ്പിക്കാനുണ്ട്. അഹമ്മദ് സാഹിബിന്റെ ക്ലിപ്പ് ഇവിടെ ഉണ്ടോ? അഹമ്മദ് സാഹിബിന്റെ ക്ലിപ്പ് ഇല്ല, എടുത്തിട്ടില്ല. ആയിക്കോട്ടെ, ചിലത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രദർശിപ്പിക്കും. അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ സലഫി ചോദിക്കണത് എന്താ അറിയോ? ഇങ്ങോട്ടൊന്നാണ് പോകാൻ പറഞ്ഞാൽ മതി. ആര്? TP അല്ലെങ്കിൽ AP. ഞാൻ പോയിക്കോളാന്നാ. ഞാൻ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കണില്ല ഉണ്ടോ? പിന്നെ വേണ്ട. പിന്നെ ഞാൻ AP TP പറഞ്ഞാൽ മതി എന്നാ. AP വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒഴിഞ്ഞോളാം. TP അല്ലെങ്കിൽ AP പറഞ്ഞാൽ മതി. AP പറഞ്ഞിട്ടുണ്ട്. AP പറഞ്ഞിട്ടില്ല എന്ന് സെൽഫി പറഞ്ഞാൽ ആ ക്ലിപ്പ് കൂടെ ഇടും. ആവശ്യമുള്ളത് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. ഇത് ബ്രോസ്റ്റർ 1.5 വയസ്സായ കുട്ടിക്ക് കൊടുത്തിട്ടല്ലോ. ചെറിയ നല്ല ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കലാണ്. ക്രമേണ ശരിയായി വരുമ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും നേരം സംസാരിച്ചത് ഒരുപക്ഷെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികളിലേക്ക് പോയതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ചില ആളുകൾ അവരുടെ വലിപ്പവും നീളവും ശൈലിയൊക്കെ കണ്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു നിൽക്കുന്നുവെങ്കിൽ സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവല്ല എന്ന് പറഞ്ഞതോടുകൂടെ ഇനി നാളെന്തൊക്കെ പറയാൻ പോണത് കേൾക്കും അല്ലെ? ഉത്തരം ചെയ്യുന്നും കൂടി പറഞ്ഞാലോ അറിയില്ല. അടുത്ത തലമുറകൾ മാറി വരുമ്പോ അങ്ങനെ സംഭവിച്ചാലോ? അതുകൊണ്ട് കരുതിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ഒരു വരി ഞാൻ വിട്ടുവെന്ന് തോന്നണേ. എന്താ ISM-ന്റെ പേരിൽ നടത്തിയ ഇതിനെപ്പറ്റി, QHLS-നെ പറ്റി 10,000 പങ്കെടുത്തതെന്നാ. എറണാകുളത്ത് എന്താ 10,000-ന് വേറൊരു സ്പെഷ്യൽ നമ്പർ ഉണ്ടോ? ലോകത്ത് വ്യത്യസ്തമായ നമ്പർ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതെന്താ, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ നമ്പർ ഉണ്ടോ? 10,000 പങ്കെടുത്തു. അതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മളെപ്പാണ്. ഇവിടെ വളരെ കുറച്ചാളെ പങ്കെടുത്തിട്ടുള്ളൂ. പ്രോഫ്കോൺ എന്നൊക്കെ പറഞ്ഞ ചരിത്ര പ്രോഫ്കോൺ ആയിരുന്നു. വളരെ ശരിയാ. നൂർഷാക്ക് ആകെ പറഞ്ഞ സത്യത, MSM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഫ്കോൺ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആളില്ലാതെ അറബി കോളേജിലെ മോക്കനിട്ട കുട്ടികളെയും അതേപോലെ തന്നെ അവിടുത്തെ പ്രിലിമിനറിക്ക് പഠിക്കുന്ന കുട്ടികളെ ഇരുത്തിയിട്ട് ഒരു പ്രോഫ്കോൺ നടത്തേണ്ടി വന്നിട്ടില്ല. അതൊരു ചരിത്രം തന്നെയാണ്. അതിന്റെ റെക്കോർഡ് ഇങ്ങക്ക് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. 5 മണിക്കോടും കണ്ട പ്രോഫ്കോണ് 7 മണിയായിട്ടും തുടങ്ങാത്തത് കണ്ടപ്പോ ഒരു കുട്ടി വിളിച്ച്, പ്രോഫ്കോണ് തുടങ്ങിയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ മോനെ, പ്രോഫ്കോണ് സമയത്തിന് തുടങ്ങിയല്ലോ. അപ്പൊ ഇവിടെ അല്ലേ പ്രോഫ്കോണ് അല്ലെ? ഈ നിലയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരുണ്ട്. ഞാൻ പറയണില്ല. കറുത്ത കാറില് വന്ന കൂട്ടത്തിൽ നൂർഷാക്ക് ഉണ്ടായിരുന്നല്ലോ. 1.5 ആഴ്ചത്തെ അധ്വാനം എന്തായി നൂർഷക്ക? മുജാഹിദ് ആൺകുട്ടികളെ മലപ്പുറത്ത് MSP ഗ്രൗണ്ടിൽ നടത്തിയ പ്രോഫ്കോൺ, 1000 പങ്കെടുപ്പിച്ച് പ്രൗഢമായി നടത്തിയ പ്രോഫ്കോൺ, അത് പൊളിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സോഴ്സ് ഉപയോഗിച്ച് അഹമ്മദ് അലി മദീനി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം അടങ്ങുന്ന ആളുകൾ എത്തിയല്ലോ. എന്നിട്ട് എന്തുണ്ടായി? വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു സാർ? നടന്നു അല്ലേ? നിങ്ങൾ പറയണം. ചരിത്രം തന്നെ നിങ്ങളെ ചരിത്രം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി കാണുന്നു. ഒരു ചരിത്രം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയോ? MSM-ന്റെ ചരിത്രത്തിൽ ഇലക്ഷൻ നടത്താതെ കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന മഹാ അത്ഭുതം.
താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ എലക്ഷൻ നടത്തി, മഴക്കാലത്ത് എലക്ഷൻ നടത്തി ഉന്നതമായൊരു സമിതിയെ ചില ആളുകൾക്കൊക്കെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ചിരിക്കാനെന്ന പേഴ്സണൽ മെസ്സേജ് വന്നത് കണ്ടല്ലോ. ഏറ്റവും കരുത്തുറ്റ 3-4 ടേം ശാഖയിലും മേഖലയിലും ജില്ലയിലും വർക്ക് ചെയ്ത ഒരു പുതിയ ടീമിനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുതിർന്ന പ്രവർത്തകർ വിദ്യാർത്ഥി നേതൃത്വമായി ഏൽപ്പിച്ച സന്ദർഭത്തിലാണുള്ളത്. ഇവിടെ അവസാനിക്കുന്നു എന്റെ സംഭാഷണം. ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്നു, ഇതിന്റെ പുറത്തും ഇത് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കുക. എന്താ? ഇയ്യാക നഅ്ബുദുവിലടക്കം പിഴവ് പറ്റി. ആ പിഴവ് പറ്റി ഇയ്യാക നഅ്ബുദു ഇസ്തിആനത്ത് അല്ലാഹു അല്ലാത്തവരോട് നടത്താന്ന് പറഞ്ഞതിന്റെ ശേഷം ഈ സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കണ അല്ലാഹ് അല്ല എന്നും പറഞ്ഞു. ഇനി എന്താ അടുത്ത് സംഭവിക്കുക? പറയൂ ജനങ്ങളെ. തൗഹീദ് ആയത്തും ഹദീസും കേട്ട് പഠിക്കാത്ത പാവങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഉത്തരവാദി ആരായിരിക്കും? ലാബ് ടെക്നീഷ്യന്റെ പണിയെടുത്ത താങ്കളായിരിക്കും സർ. അതുകൊണ്ട് താങ്കളെ തന്നെയാണ് സംവാദത്തിന് കിട്ടേണ്ടത്, താങ്കളെ തന്നെയാണ്. എനിക്കതിന് കഴിയില്ല, ഞാനതിന് പോന്നവനല്ല എന്ന് പറയും വരെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോടുള്ള സംവാദം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവരോടുള്ള സംവാദം ഉണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹി സൂചിപ്പിച്ചതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ട് തുടങ്ങിവെച്ച് ഇറങ്ങിപ്പുറപ്പെട്ട മൂവർ സംഘം ഇപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള ആദർശ പാതയിൽ നിന്നും ബഹുദൂരം പിറകോട്ട് പോയി എന്നുള്ളത് നാൾക്ക് നാളെന്നോളം ആളുകൾക്ക് ബോധ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം എന്തോ ഒരു ജിന്നും യാ ഇബാദയും ഒക്കെ കേട്ടപ്പോൾ നമുക്കെന്താ യാ അല്ലാ പോലെ എന്തിനാ യാ ഇബാദല്ലാ എന്ന് തലമുതിർന്ന ചില ആളുകൾ കൊണ്ട് ചോദിപ്പിച്ചപ്പോൾ സാധുക്കളായ നിസ്വാർത്ഥരായ ചില മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചു. കുടുങ്ങിയ സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിക്കാമെന്നാണ് ഇപ്പൊ ചില മൗലവിമാര് കൊണ്ടുവന്ന ആദർശമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. പക്ഷെ ആളുകൾ നാൾക്ക് നാൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രഭാഷണങ്ങളും മറുപടികളും മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാമായി കാര്യങ്ങൾ ഗ്രഹിച്ച് അസുഖം മറ്റേ കാലിലാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമാണ് ഈ കാണുന്ന ജനാവലി. അൽഹംദുലില്ലാഹ്, നാം റബ്ബിനെ സ്തുതിക്കുന്നു. മുജാഹിദുകളുടെ മനസ്സിൽ നിന്ന് നാൾക്ക് നാളെന്നോണം ഈ മൂവർ സംഘം മെല്ലെ 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 പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം സമുദായത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആദർശ പാതയിൽ നിന്ന്, തൗഹീദിന്റെ പാതയിൽ നിന്നും അങ്ങേ അറ്റം വഴിമാറിപ്പോയി, വ്യതിചലിച്ചു പോയി എന്നുള്ളത് പുളിക്കലിൽ അവർ നടത്തിയ മുഖാമുഖം നാടകത്തോടുകൂടി ഒന്നുകൂടി ബോധ്യമായിരിക്കുകയാണ്. നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും മുഖാമുഖം നടത്തിയപ്പോൾ ഒരിക്കലും പൂതി ഒന്ന് നടത്തി നോക്കിയാലോ. പണ്ട് അനസ്മോരി കൊടുവള്ളി എന്ന് പറഞ്ഞിരുന്നു, ഇവിടെ ധൈര്യണ്ട് മുഖാമുഖം നടത്തട്ടെ, ഒരു 10 നടത്തുമ്പോഴേക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല. അത് ശരിയാ,
നമ്മൾ പത്രം നടത്തിയപ്പോ പിന്നെ മൂപ്പര അഡ്രസ് ഇല്ല. ആ മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായം കൊണ്ട് ഇനിയും ധാരാളം മുഖാമുഖങ്ങൾ ഇൻഷാ അല്ലാഹ് നടക്കാനുമുണ്ട്. പക്ഷെ അനസ് മൗലവിയെ നമ്മൾ ആ രംഗത്ത് പിന്നെ കണ്ടില്ല. നാലു ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നു, എന്തൊരു മുഖാമുഖം നമുക്ക് നടത്തിക്കൂടെ എന്ന് അവരുടെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാ എന്നാ ഒന്ന് നടത്തണല്ലോ, അങ്ങനെയാണ് എന്നാ പുളിക്കലായിക്കോട്ടെ, എന്നാ വേറെ വേജാടില്ലല്ലോ എന്നാ. അതിലാണ് അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ ഹനീഫ് കായക്കൊടിയും നാസർ സുല്ലമിയും എല്ലാരും വന്നിട്ടും എന്നാലും ചില ഇബാദത്ത് ഓർമ്മയില്ലെങ്കിലോ അത് ഓർമ്മയാക്കി കൊടുക്കാൻ വേണ്ടി നൂരുഷിയും അങ്ങനെ എല്ലാരും കൂടി വന്നിട്ടാണ് ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒരു ചോദ്യം ഒരു ഉപചോദ്യം, അതിനപ്പുറം ഒരു ചോദ്യം ഉപചോദ്യം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചോദ്യത്തിൽ എണീറ്റപ്പോ പറ്റൂല, ഇനി ബാക്കിൽ പോയിരുന്നോളീന. ഏറ്റവും ബാക്കിലിരുന്ന് എല്ലാവരുടെ ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാം. ആ സാധു ബാക്കിൽ പോയിരുന്നു ഇത് വിശ്വസിച്ചിട്ട്. പിന്നെ എല്ലാവരും കഴിഞ്ഞപ്പോ സമയം കഴിഞ്ഞു എന്നാണ്. എല്ലാവരുടെ ചോദ്യം കഴിഞ്ഞപ്പോ എണീറ്റപ്പോ സമയം കുറെ ആയി, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. എന്നിട്ടോ 3/4 മണിക്കൂർ മറ്റേ ചങ്ങായിന്റെ പ്രഭാഷണവും. അതിന് പ്രശ്നമില്ല. ആ ഒറ്റ ചോദ്യം കൂടി വന്നാൽ പൂർണ്ണമായും പുളിക്കല മുഴുവൻ കാരണവന്മാർക്കും ഇവിടെ തനിനിറം ബോധ്യമാകും എന്നവർക്കറിയാം. അല്ലെങ്കിലേ അത് ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ കാരണന്മാരുടെയൊക്കെ സംസാരം ഉണ്ടല്ലോ. കാരണന്മാരെ കൂടിയിരിക്കുമ്പോ ചർച്ച എന്താ, സംസാരം എന്താ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഖണ്ഡനം ഒരു 4-5 റൗണ്ട് അങ്ങോട്ട് പോട്ടെ. നമ്മളെല്ലാവരും ഒരുങ്ങി, ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഒരു ബക്കറ്റുള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ ബക്കറ്റും കൊണ്ട് അങ്ങനെ പോയാൽ മതി, കാര്യങ്ങൾ നടന്നോളും. അതുകൊണ്ട് 4-5 റൗണ്ട് ഇൻഷാ അല്ലാഹ് ഇത് മുന്നോട്ട് പോവുക, നിർത്തിപ്പോകരുത് എന്നാ പറയാനുള്ളത്. വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ, ആളുകൾ പഠിക്കട്ടെ. എന്തേ മാറിയത്, ആരാ മാറ്റിയത്, എവിടെയാ മാറ്റമുണ്ടായത്, ആരാ ശരിയായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിലും പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലും ഇപ്പോഴും ഉള്ളത്, ആരാ പുതിയ പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പറഞ്ഞു എവിടെ എത്തി? അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്ന ഈ പുളിക്കല്ല് വെളിപ്പെടുത്തല് ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ആരൊക്കെ? ജിന്നും മലക്കും ശൈത്വാനും ദുആ കേൾക്കുമെന്ന് മാത്രമല്ല ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന് മടവൂരിച്ചാരനായി ഈ പ്രസ്ഥാനത്തെ പൊളിക്കാമെന്ന് കോളിച്ചന് മുങ്ങിയ നാസർ സുല്ലമി ഇവിടെ വന്ന് പൊങ്ങിയിട്ട് ഇപ്പൊ വെളിപ്പെടുത്തുക. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇക്കാലം വരെ കേട്ടുപരിചയം പോലുമില്ലാത്ത ഈ പുളിക്കലിലെ കാരണവന്മാര് പോലും നെട്ടിത്തരിച്ചിട്ടുണ്ടാകും ആ ഒരു വാദം കേട്ടപ്പോൾ. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് അതിന് 4 വഴികൾ പറയണമല്ലോ. കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞാനും താജുദ്ദീൻ സലാഹിയും വിശദമായി വിശദീകരിച്ചതാണ് ഓരോ രംഗവും. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഇനി ആവശ്യമില്ല. അതെല്ലാം നമ്മൾ പറഞ്ഞു. വാദപ്രതിവാദമടക്കം അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളിക്കാനുള്ള സാഹചര്യമടക്കം ഇവിടെ പറഞ്ഞു. ഇപ്പൊ ആ സംവാദത്തിന് ഒരു പുതിയ ന്യായം, ഒരു പുതിയ മറുപടി കണ്ടെത്തിയിട്ട ഇപ്രാവശ്യം ഹനീഫ് കായക്കൊടി വന്ന് ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ട് ഈ വിവാദം ഉണ്ടായി? ചിലർ വിചാരിക്കും എന്താ പണ്ടൊന്നും ഇല്ലാത്തൊരു വിവാദം, എന്താ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നത്? 100 കൊല്ലമായി നമ്മൾ പോന്നു, 90 കൊല്ലം അല്ലെങ്കിൽ 80 കൊല്ലം ഒരു പ്രശ്നവുമില്ലാതെ പോന്നു. 2002 ഒരു വിവാദമുണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ വിവാദങ്ങളാണല്ലോ. 1 2 3 4 അതങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പിളരാൻ പോകുന്നു. 2 കമ്പിയിൽ ഏതിനാ ബലം കൂടുതൽ എന്ന മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, ആർക്കും പിളരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിളരാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. ആർക്കും പിളരാം, ആർക്കും പോകാം, പ്രശ്നമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ വിവാദമുണ്ടായി? 920 രൂപീകരിച്ച സംഘടനാ സംവിധാനം 2002 വരെ ഇല്ലാത്ത വിവാദം എന്തുകൊണ്ട് അവിടെ മുതൽ ഇങ്ങോട്ടുണ്ടായി? അത് പിന്നെ വീണ്ടും മൂർച്ഛിച്ചത് എന്തുകൊണ്ട്? എന്താ മർമ്മം? അതാ നേരത്തെ സ്വലാഹി ഇവിടെ സൂചിപ്പിച്ചത്. പ്രശ്നം മറ്റൊന്നുമല്ല, 80 കൊല്ലം സ്വീകരിച്ചു പോന്ന നയം എന്തായിരുന്നുവോ ആ നയത്തിന്റെ കടക്കല കത്തിവെച്ചത്. ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി അടക്കമുള്ള നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ K ഉമർ മൗലവിയും അതേപോലെ MCC മൗലവിമാരും രണ്ടത്താണി സയ്യിദ് മൗലവിയും തുടങ്ങി KP മുഹമ്മദ് മൗലവിയും അവസാനം
കെ കുഞ്ഞീരു മദനി അടക്കമുള്ള അടുത്ത കാലങ്ങളിൽ വഫാത്തായി പോയ നമ്മുടെ പണ്ഡിതന്മാർ അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ എഴുതി പ്രചരിപ്പിച്ച, അവരൊക്കെ പ്രസംഗിച്ച, അവരൊക്കെ പഠിപ്പിച്ച, അവരൊക്കെ ഈ നാട്ടിലെ ഖുറാഫികളുമായി ഏറ്റുമുട്ടിയ രംഗത്ത് അവർ പ്രചരിപ്പിച്ച വാദം എന്താണോ, അവര് പഠിപ്പിച്ച ആദർശം എന്താണോ, ആ ആദർശ പാതയിൽ നിന്ന് പിറകോട്ട് ചിലർ പോയി. അവിടെ തന്നെയാണ് വിവാദമുണ്ടായത്. അവിടെയാ വിവാദമുണ്ടായത്. അല്ലാതെ പുതിയ വാദം മുജാഹിദുകൾ ആരും ഏറ്റെടുത്തിട്ടില്ല. കെ എം മൗലവി ഇവിഷയമായി രേഖപ്പെടുത്തിയത് എന്ത്? അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഓരോന്നും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യമാകും ആർക്കാ തെറ്റിയത്, ആർക്കാ അബദ്ധം പറ്റിയത് എല്ലാം മനസ്സിലാകും. ഒരു പ്രയാസവുമില്ല. ഇത് കെ എം മൗലവിയുടെ പുസ്തകം അദ്ദുആഉ വൽ ഇബാദ. അദ്ദുആഉ വൽ ഇബാദ കെ എം മൗലവി എഴുതിയ പുസ്തകം. മാത്രവുമല്ല, ഇത് പ്രസിദ്ധീകരിച്ചതോ ജംഇയ്യത്തുൽ ഉലമാ ബി കേരള. കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ കെ എം മൗലവി എഴുതിയ പുസ്തകമാണ് അദ്ദുആഉ വൽ ഇബാദ എന്ന ഈ പുസ്തകം. അന്ന് KJUവിന്റെ ആസ്ഥാനം തിരുവങ്ങാടിയിലാ. അവിടുന്ന് ഇത് പുറത്തിറക്കുന്നത്. ഇന്ന് അതിന്റെ ആസ്ഥാനമോ ഈ പുളിക്കലാണല്ലോ. ഈ പുളിക്കലിൽ ഇന്ന് ആസ്ഥാനം ഉള്ള കേരള ജംഇയ്യത്തുൽ ഉലമ ആ KJUവിന്റെ പ്രസിദ്ധീകരണമായി അല്ല, ഒന്നാമത്തെ പ്രസിദ്ധീകരണമായി പുറത്തിറങ്ങിയ അദ്ദുആഉ വൽ ഇബാദ. ഇതില് കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം, മലക്കുമായി ബന്ധപ്പെട്ട വിഷയം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് അദ്ദേഹം അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയത്? അദ്ദേഹത്തോട് ചോദ്യമാണ്, ദുആ എന്നാൽ എന്ത്, എപ്പോഴാ ഒരു വിളി ദുആ ആവുക, എപ്പോഴാണ് അത് ആരാധനയായി മാറുക എന്ന് കെ എം മൗലവിയോട് ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ പുസ്തകം. ആ ചോദ്യത്തിന് നൽകിയ മറുപടി അതാണ് പുസ്തകമായി പുറത്തു വന്നത്. അതിന്റെ 7ാമത്തെ പേജില് മൗലവി എഴുതുകയാണ്, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ട് മൗലവി പറയുന്നു, ഈ കാര്യത്തിൽ ഹയാത്തുള്ളവരോടായാലും മരിച്ചവരോടായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മരിച്ചോരെ വിളിച്ച ദുആ ജീവനുള്ളവരെ വിളിച്ച ദുആ അല്ല എന്നല്ല. ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരെ ഒഴിവാക്കി മരിച്ചുപോയ മനുഷ്യന്മാരെ ഒഴിവില്ല എന്നല്ല. ഹയാത്തുള്ളവരായാലും അതേപോലെ മരിച്ചവരായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെയുള്ള വ്യത്യാസം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി അഥവാ ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. മറഞ്ഞ നിലയ്ക്കുള്ള കഴിവ്, ആദിയായ സബബുകൾക്കപ്പുറമുള്ള കഴിവ്. എന്താ ആദിയായ സബബ് പറഞ്ഞാല്? സാധാരണ കാര്യകാരണ ബന്ധം. ആദിയായതാണ് സാധാരണയായത്, സബബ് എന്ന കാര്യകാരണ ബന്ധം. ആദിയായ സബബുകൾക്കപ്പുറമുള്ള ശക്തി അഥവാ സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ ശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകൾക്കാവട്ടെ ജിന്നുകൾക്കാവട്ടെ അമ്പിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാവട്ടെ ഹയവാനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കുമില്ല, ഒന്നിനുമില്ല. സബബുകൾക്കധീനമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്കധീനമായ കഴിവ് ജിന്നിനില്ല, മലക്കിന്നില്ല, മരിച്ചവർക്കില്ല, ജീവിച്ചിരിക്കുന്നവർക്കില്ല, മൃഗങ്ങൾക്കില്ല, നിർജീവമായ വസ്തുക്കൾക്കില്ല. ആരാ എഴുതിയത്? കെ എം മൗലവി. ആരാ പ്രസിദ്ധീകരിച്ചത്? ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ട് അദ്ദേഹം പറയാം, അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ, അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി, അതാ മറഞ്ഞ വഴിക്ക് സഹായിക്കാനാ, കണ്ണ് കാണാത്തതല്ല. മറഞ്ഞ വഴിക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികമായി സഹായിക്കുക. അങ്ങനെയുള്ള മറഞ്ഞ ഒരു അധികാര ശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമാണിത്. മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഏത് വസ്തുവിലുണ്ട് എന്ന് ആര് വിചാരിക്കുന്നുവോ അവൻ ആ വസ്തുവിനെ ഇലാഹാക്കി. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അന്ന് മുതൽ എഴുതി പോന്നു,
അഭൗതികമായ കഴിവ് ആർക്കുമില്ല, റബ്ബിന് മാത്രം. പടപ്പുകൾക്ക് ആർക്കുമില്ല. രണ്ടത്താണ് സെയ്ദ് മൗലവി ഇത് തന്നെ എഴുതി. രണ്ടത്താണ് സെയ്ദ് മൗലവിയുടെ പേരിൽ രണ്ടത്താണ് ഇത് പുറത്തിറങ്ങിയ പുസ്തകമാണിത്, തൗഹീദിന് വേണ്ടി ഒരു ധന്യജീവിതം. ഈ പുസ്തകത്തിന്റെ 127-ാമത്തെ പേജിലും 131-ാമത്തെ പേജിലും ഈ ആശയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞത്? സെയ്ദ് മൗലവി എഴുതുന്നു, അദ്ദേഹത്തെ ലേഖനം എടുത്തു കൊടുത്തതായി ഇതിൽ. സെയ്ദ് മൗലവിയുടെ ലേഖനം ഇതിൽ എടുത്തു കൊടുക്കുന്നു. ആ ലേഖനത്തിൽ സെയ്ദ് മൗലവി പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്നും അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാനോ ദോഷം വരുത്തുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല, അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് രണ്ടത്താണ് സെയ്ദ് മൗലവി. കഴിയുമെന്ന് ഏതെങ്കിലും വസ്തുവിനെ പറ്റി ആരെങ്കിലും ധരിച്ചാൽ ആ വസ്തുവിനെ അവന്റെ ഇലാഹാക്കി എന്ന് KM മൗലവി. അദ്ദേഹം എടുത്തു പറഞ്ഞു, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവനുള്ളവരാകട്ടെ, ഹയവാനാത്താകട്ടെ, ജമാദാത്താകട്ടെ, ഏതാണെങ്കിലും ശരി, മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനെ ഇലാഹാക്കി. ഇത് ഈ നിലപാടിൽ നിന്ന കാലത്തോളം സിഹ്ർ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. അതുകൊണ്ട് KM മൗലവി സിഹ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമായി വിശദമായി അന്നേ രേഖപ്പെടുത്തി വെച്ചു. ഉമർ മൗലവി സിഹ്റുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹത്തിന്റെ പല രചനകളിൽ അദ്ദേഹം വിശദീകരിച്ചു. ആരാ എഴുതാത്തത്? തൗഹീദുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ച ആരാണ് സിഹ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ശരിയായ വസ്തുത എന്ത് എന്ന് എഴുതാത്തത്? എന്നാ ഇതിൽ നിന്ന് വിട്ടു ആര്? അബ്ദുസ്സലാം സുലൈമി ആദ്യം വിട്ടു. ആദ്യം വിട്ടിട്ട് അയാൾ പറഞ്ഞു, ജിന്നും മലക്കും അഭൗതികമാണ്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജിന്നും മലക്കും അഭൗതികാണ്. അത് പറഞ്ഞപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുര പൊളിഞ്ഞു. 80 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ അടിസ്ഥാനത്തിലാണ് തകരാറ് സംഭവിക്കുന്നത്. അതോടുകൂടി KM മൗലവിയുടെ കൂടെ പഠിക്കുകയും വളരുകയും കൂട്ടുകാരായി ജീവിക്കുകയും ചെയ്ത ബഹുമാനായ PK മൂസ മൗലവി അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. അഭൗതിക വഴിക്ക് ഗുണം ചെയ്യാനും ദോഷം വരുത്താനും ആരെങ്കിലും ഏതെങ്കിലും വിധേന കഴിയുമെന്ന് വല്ലവനും വിചാരിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അപ്പൊ അഭൗതികമായി ഗുണം ചെയ്യാൻ ദോഷം വരുത്താനും അല്ലാഹ്ക്ക് മാത്രമേ കഴിയാൻ വകുപ്പുള്ളൂ, റബ്ബ് മാത്രമേ ചെയ്യുന്നവനുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ ഇതിൽ നിന്ന് അബ്ദുസ്സലാം സുലൈമി വിട്ടപ്പോ അയാൾക്ക് എഴുതേണ്ടി വന്നു, ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞതോടുകൂടി ജിന്നും മലക്കും നമ്മളെ സഹായിക്കൂല, ജിന്നും മലക്കും ഉപദ്രവിക്കൂല എന്ന് എഴുതേണ്ടി വന്നു. അബ്ദുസ്സലാം സുലൈമിയുടെ തൗഹീദ് നവയാഥാസ്ഥിയുടെ വ്യതിയാനം എന്ന പുസ്തകത്തിന്റെ 11-ാമത്തെ പേജ് അഥവാ 1-ാമത്തെ അധ്യായം എന്താ ഹെഡിങ്? അദൃശ്യം, അഭൗതികം, വ്യതിയാനം. ഇത്രയും കാലം പറഞ്ഞ അദൃശ്യം അഭൗതികം എന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു വസ്തുതയിൽ നിന്ന് അയാൾ വ്യതിചലിക്കുന്നു. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് ആരോപിക്കുക, നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. ഇതിന്റെ 1-ാമത്തെ പാരഗ്രാഫിൽ സലാം സലമി പറഞ്ഞു, മലക്ക് അദൃശ്യവും അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിനെ മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശരിയാ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. എങ്ങനെ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, കുഫ്ർ വന്നു. എന്താ കാരണം പറഞ്ഞത്? അഭൗതികമായി റബ്ബെ സഹായിക്കുള്ളൂ. അത് ശരിയാ. പക്ഷെ ഇത് അഭൗതികാണ്, അയാളുണ്ടാക്കിയ അസുര. അവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിലേക്ക് എത്തിയപ്പോ ചോദ്യമുണ്ടായി അദ്ദേഹത്തോട്, എന്നാ പിന്നെ എങ്ങനെ സിഹിറുണ്ട് പറയാ?
എങ്ങനെ കണ്ണേറുണ്ടെന്ന് പറയാം, എങ്ങനെ ജിന്നുബാധ ഉണ്ടെന്ന് പറയാം, എങ്ങനെ വസ്വാസ് ഉണ്ടെന്ന് പറയാം, എങ്ങനെ ശൈത്താനെ പേടിക്കാം. ചോദ്യങ്ങൾ ഇങ്ങനെ തുരുതുരാ വന്നപ്പോൾ സലാം സലീം പറഞ്ഞാ പിന്നെ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഹദീസ് ഉണ്ടല്ലോ ബുഖാരിയില്, ഹദീസ് ഉണ്ടല്ലോ മുസ്ലിമില്, മൂപ്പര് പറഞ്ഞു എല്ലാം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി നോക്കുമ്പോ അയാൾ പറഞ്ഞു 60 ഹദീസ് ഞാൻ ലഈഫാക്കി, എന്നെ കൂടെ അത്രേ പറ്റുള്ളൂ അർത്ഥം. അപ്പൊ അയാൾക്ക് കഴിയാത്തത് ബാക്കി മറ്റൊരു സുല്ലമ ഏറ്റെടുത്തു, കുഴിപ്പുറം മൊയ്തീൻ സുല്ലമി. അയാൾ പറഞ്ഞു 60 ഒന്നല്ല 110 ഹദീസിന് കുഴപ്പമുണ്ട്, 110 ഹദീസിന് കുഴപ്പമുണ്ട്. അതിന്റെ ഫലമായി പുതിയ മാനദണ്ഡം വന്നു ഹദീസ് സ്വീകരിക്കാൻ. KM മൗലവി സ്വീകരിച്ചിട്ടില്ലാത്ത, ഉമർ മൗലവി അംഗീകരിച്ചിട്ടില്ലാത്ത, സെയ്ദ് മൗലവിക്ക് പരിചയമില്ലാത്ത, KP മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, ഹദീസ് രംഗത്തെ ഏറ്റവും വലിയ നിറകുടമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവിക്ക് പരിചയമില്ലാത്ത, അവരാരും മനസ്സിലാക്കിയതും പഠിച്ചതും പഠിപ്പിച്ചതുമല്ലാത്ത ഒരു പുതിയ അസ്ല് കൊണ്ടുവന്നു. ബുദ്ധിക്കെതിരാണോ തള്ളണം, ഖുർആനെതിരാണോ തള്ളണം, ഖബർ ആഹാദാണോ സ്വീകരിക്കാൻ പറ്റില്ല, മുതവാത്തിർ മാത്രമേ വിശ്വാസത്തിന് പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴോ ദജ്ജാൽ ഔട്ടായി, ദജ്ജാലില്ല. സലാം സലം ഈ ബുക്കിൽ എഴുതി, ബുഖാരി പരിഭാഷ എഴുതി, ദജ്ജാലുമായി ബന്ധപ്പെട്ട് അയാൾ എഴുതി എന്താ, അത് അവസാന കാലത്ത് വരാനുള്ള ഒന്നൊന്നല്ല ദജ്ജാല്. എന്താ മുമ്പ് തെളിവെന്നറിയോ? കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ ഉമ്മത്തിനെ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോഴാ മൂപ്പരെ ബുദ്ധി വർക്ക് ചെയ്തത്. മൂപ്പർ ആലോചിച്ചു, അവസാന കാലത്ത് വരാനുള്ളതാണെങ്കിൽ എന്തിനാ നൂഹ് നബി ബേജാറാക്കണത് സമൂഹത്തിന്, എന്തിനാ കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർ താക്കീത് ചെയ്യുന്നത്? അപ്പൊ ഇത് അന്ന് വരാനുള്ളതല്ല, പിന്നെ ഇത് ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാം പറയുന്ന പേരാ ദജ്ജാല്. അതിനിപ്പോ എന്തേ മൂപ്പര് പറയാനുള്ള പ്രചോദനം നമുക്കറിയില്ല. അപ്പൊ മൂപ്പരുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ദജ്ജാല് ഒറ്റക്കണ്ണനാണ്, ഹദീസിലുണ്ടല്ലോ ഒറ്റക്കണ്ണനാ ദജ്ജാല്. അങ്ങനെ ഉണ്ടല്ലേ, എന്നിപ്പോ എന്താ ചെയ്യാ? അവ മൂപ്പരെ വ്യാഖ്യാനം, ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചു ഒപ്പിച്ചു. പല ആയത്തുകളെയും ദുർവ്യാഖ്യാനിച്ചു, പല ഹദീസുകളെയും ചവിട്ടി മരിച്ചു. ഹദീസുകളുടെ പുച്ഛം തന്നെ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു. വിശിഷ്യ മുജാഹിദുകളായി സമൂഹത്തിന് പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകൾക്ക് ആ പുതിയ ചിന്താധാര ഇയാൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഹദീസ് എന്ന് കേട്ടാൽ തന്നെ പുച്ഛം, ഹദീസല്ലേ അതവിടെ കേട്ട്, ഖുർആനുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അതിന്റെ സ്വാധീനം പലരിലും ഉണ്ടായി. ഖുർആൻ പരിഭാഷ പതിറ്റാണ്ടുകളായി KNM പ്രസിദ്ധീകരിച്ച് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹദീസിന്റെ ഒരു ആധികാരിക പരിഭാഷ ഇന്നേ വരെ ഉണ്ടായില്ല. നൂറ്റാണ്ട് തികയാൻ പോകുന്നു, പക്ഷേ ഒരു ഹദീസ് പരിഭാഷ എന്തേ KNM ഇറക്കാൻ ധൈര്യമുണ്ടായില്ല. പലരും ആവശ്യപ്പെട്ടുവല്ലോ എഴുതിത്തരാമെന്ന് പോലും ബഹുമാനായ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂര് KNMനോട് AP അബ്ദുൽ ഖാദിർ മൗലവിയോട് പോലും പറഞ്ഞിട്ട് എന്തേ വെളിച്ചം കാണാതെ പോയത്? ഹദീസിൽ കേട്ട APക്കും വല്ലാണ്ട് ദഹിക്കണില്ല നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തേ ഇറങ്ങണ്ടേ? ഇൻഷാ അല്ലാഹ് അന്ന് KNM ചെയ്തിട്ടില്ലാത്ത, KJ ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ആ ദൗത്യം ഇൻഷാ അല്ലാഹ് സാധുക്കളായി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസുകൾ ജനങ്ങൾ പഠിക്കട്ടെ. ശരിയായ വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന നല്ല ഹദീസ് ഗ്രന്ഥങ്ങൾ, നല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, നല്ല പരിഭാഷകൾ അറബി ലോകത്ത് നിന്ന് മലയാളത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന നല്ല നല്ല സലഫി അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എല്ലാം ഇറങ്ങും. എത്രപ്പോഴും മറ്റോ കൈക്കലാക്കിയതുകൊണ്ട് ജമിയത്തുലമയുടെ പണി മുടങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ആ പണി ഇവിടെ നടക്കണം. 2012 ഫെബ്രുവരിയിലാണ് മാസാന്ത പണ്ഡിത ദൗറ ഇവർ നിർത്തിവെപ്പിച്ചത്. 2012 ഫെബ്രുവരിയിൽ, അഥവാ 17 മാസമായി ദൗറ ഇല്ല. മാസാമാസം നടക്കുന്ന വൈജ്ഞാനിക ചർച്ചകൾ നിർത്തിവെപ്പിച്ചു. പക്ഷേ ദൗറ നിന്നിട്ടില്ല. ജാമിഅ അൽ ഹിന്ദിൽ ആ ദൗറ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ ദൗറയിൽ പങ്കെടുത്തവരാരാണോ ആ പങ്കെടുത്ത ടീമിൽ ഈ മൂവർ സംഘമല്ലാത്ത ബാക്കി എല്ലാവരും ആ ദൗറയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൗറയിൽ വന്ന കൂട്ടത്തിൽ മൂവർ സംഘം പോലും വരില്ല, ഒലിച്ചിട്ട് വരും വേണ്ട വഴിക്ക്. ബാക്കി എല്ലാവരും അവിടെയുണ്ട്. മാസാമാസം മുടങ്ങാതെ ദൗറ നടക്കുന്നു. അന്ന് KJ പ്ലാൻ ചെയ്താണ് 10 ദാഴിമാരെ തിരഞ്ഞെടുത്ത്
അവരെ നാം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിയിരുത്തി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ കിതാബും ലഭ്യമാക്കി വിഷയങ്ങൾ അവർ പഠിച്ച് അതിങ്ങനെ ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം അവർ പറഞ്ഞു തരട്ടെ, നമുക്ക് അംഗീകരിക്കാമല്ലോ. എന്തേ വെളിച്ചം കാണാതെ പോയത്? അന്ന് 9 ആളെ തെരഞ്ഞെടുത്തു ആ ദൗത്യത്തിന് വേണ്ടി. 9 ആൾക്ക് ശമ്പളം നിശ്ചയിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞ അവസാന ഘട്ടത്തിൽ പാസ്സാകുമെന്ന് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തിനാ അതൊക്കെ, ഞങ്ങളൊക്കെ പണ്ട് പ്രസംഗിച്ചത് ഇങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നല്ല, അത് നമ്മുടെ ആവശ്യമില്ല, അവർ നിർത്തിവെക്കണം. അന്ന് നിർത്തിവെച്ചതാ, പിന്നെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും ഉണ്ടാകാൻ പോകുന്നു. KJU എന്ന പേരിൽ തൽക്കാലം മെട്രോപൊളിറ്റൻസിലും പലരും കൈയടക്കി വെച്ചെങ്കിലും ഇൻഷാ അല്ലാഹ് പണ്ഡിത കൂട്ടായ്മകൾ മുറതെറ്റാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണ്ഡിത കൂട്ടായ്മകളിൽ നല്ല വിഷയങ്ങളോട് പ്രതിപത്തിയുള്ള നല്ല പണ്ഡിതന്മാരുടെ കൈകളാൽ തന്നെ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മുന്നോട്ട് പോകും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. 15 അംഗ ഒരു നേതൃത്വം KJUവിൽ മെമ്പർഷിപ്പുള്ള 15 ആള്, പുറത്തുനിന്നാരുമില്ല. ശരിയായ KJU മെമ്പർഷിപ്പുള്ള അതിന്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 15 പേർ അടങ്ങുന്ന നേതൃത്വം അതിലുണ്ടായിട്ടുണ്ട്. അബ്ദുൽ ഹഖ് സുല്ലമിയുണ്ട്, അബ്ദുൽ ജബ്ബാർ മൗലവിയുണ്ട്, അതേപോലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുണ്ട്, യാസിർ ബിൻ ഹംസയുണ്ട്, സുഹൈർ ചുങ്കത്രയുണ്ട്, സക്കരിയ സലാഹിയുണ്ട്, ഹംസ മദീനയുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്, ഷമീർ മദീനയുണ്ട് തുടങ്ങിയ നല്ല ലക്ഷണമൊത്ത കിതാബ് തെളിയുന്ന പണ്ഡിതന്മാർ 15 ആളുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ആ KJU നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിപ്പോ എത്രപ്പേട് തിരിച്ച് അവിടെ ഇങ്ങോട്ട് വരും ഓട്ടോമാറ്റിക്കലി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടിക്കുന്നില്ല, എത്രപ്പേട് ഒരൊറ്റ ലീഫും കൂടി അടിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടും, ആ സീന് തിരിച്ചു കിട്ടും. അന്നത്തെ KJUവിൽ 200 മെമ്പർമാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 150 മെമ്പർമാരും ആ KJUവിന്റെ പേരിൽ ഇപ്പോഴും നമ്മളൊപ്പുണ്ട്. 200 150 പേരുണ്ട്. പിന്നെ എന്തിനാ ബേജാറാകണ്? എത്ര പേട് ആരെങ്കിലും കൊണ്ടായിക്കോട്ടെ, നമുക്കെന്താ, എത്ര പേടില്ലാച്ച സംഗതി ഇറക്കൂലേ. ഇൻഷാ അല്ലാഹ് എല്ലാം വളരെ വ്യവസ്ഥാപിതമായി ആരെ മുടക്കിയാലും അള്ളാന്റെ ദീനുമായി ബന്ധ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പോണില്ല. ഇനി ഇൻഷാ അല്ലാഹ് 10 ദാഴിമാരെ നമ്മൾ ദത്തെടുക്കാൻ പോവുക. ഒരു വിഷയങ്ങൾ പഠിക്കട്ടെ. ഏത് വിഷയത്തിലും നമുക്ക് ക്ലിയർ ആവാനുണ്ടോ, നമുക്ക് പഠിക്കാനുണ്ടോ, ഇനിയും നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളുണ്ടോ, എല്ലാം അവർ പഠിച്ച് റിസൾട്ട് തന്ന് ആ റിസൾട്ട് പ്രകാരം എന്താണോ ദീനിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പ്രകാരം മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളൊക്കെ തീരുമാനം. നമ്മളെ അബദ്ധമുണ്ടോ തിരുത്തണം, പോരായ്മയുണ്ടോ തിരുത്തണം, ഏത് വിഷയത്തിലും കൂടുതൽ പഠനം ആവശ്യമുണ്ടോ പഠിക്കണം. മുൻധാരണകളില്ലാതെ പഠിച്ച് അതിന് ശരിയായ റൂട്ട് എന്തോ ആ റൂട്ടിൽ നിൽക്കാൻ തന്നെയാണ് നമ്മളൊക്കെ ഈ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം സൂചിപ്പിച്ചത് KJUവും KNMും പ്രഖ്യാപിച്ച് സ്വീകരിച്ച ആ ആദർശപാതയിൽ നിന്ന് സലാം സലമി പോയി, പുതിയ വാദവുമായി വന്നു. അപ്പോൾ പല ഹദീസും ഔട്ടായി. ഹദീസ് രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ വന്നു. മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത പുതിയ മാനദണ്ഡങ്ങൾ വന്നു. അതുപ്രകാരം പല ഹദീസുകളെയും ചവിട്ടിമതിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് KNMന്റെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും രംഗത്തിറങ്ങിയിട്ട് മടവൂരികൾക്കെതിരെ സർവ്വവിധ പ്രയാസവും ത്യാഗവും സഹിച്ചുകൊണ്ട് താഴ്വാരംഗത്തിറങ്ങിയത്. സൂചിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർ, വാപ്പയും മക്കളും 2 തട്ടിലായവർ, എല്ലാം ഉണ്ട്. എന്നിട്ടും പറയാൻ ഇറങ്ങി തിരിച്ചത് ആദർശത്തിന്റെ പേരിലാണ്. അന്നല്ലേ അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും ഒക്കെ അതിരൂക്ഷമായി ഈ വിഷയത്തിൽ അവർക്കെതിരെ മറുപടിയുമായി ഇറങ്ങിയത്. മടവൂരികൾ കൊണ്ടുവന്നു യാ ഇബാദുള്ള വിഷയം, മടവൂരികൾ കൊണ്ടുവന്നു അൽ ഇസ്ലാഹ് 2007 വന്ന ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇതാ ജിന്നിനോട് തേടാമെന്നാ പറയുന്നത്, ജിന്നിനെ വിളിക്കാമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് നാട് മുഴുവൻ അലി മദനിയും കരിമ്പിലാക്കലും അടക്കമുള്ള പ്രഭാഷകന്മാർ ഊര് ചുറ്റിയപ്പോൾ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവർ ഞങ്ങളാരുമായിരുന്നില്ല, അനസ് മൗലവിയും ഹനീഫ് കായക്കുടിയും ഒക്കെ ആയിരുന്നുവല്ലോ. അവരെ പിന്നാലെ നടന്നു, അവരെവിടൊക്കെ പോകുന്നു അവിടെയെല്ലാം ചെന്നു, അവരുമായി മറുപടികൾ നടത്തി, ഖണ്ഡനങ്ങൾ നടത്തി, മുഖാമുഖങ്ങൾ നടത്തി. അങ്ങനെ മടവൂരികൾക്ക് മനസ്സിലായി ഈ പണി പറ്റൂല, തൽക്കാലം പോലും മാളത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. ആരാണോ പിന്നെ കൂടിയത് അവനെ സോപ്പിട്ട് പിടിച്ചു. സാധാരണ വലിയ വലിയ കമ്പനികൾക്ക് പണിയുണ്ട്. ഈ കൊക്കക്കോള പോലെ കമ്പനികളൊക്കെ അവിടെ വെള്ളമൂറ്റാൻ പാടില്ല എന്നിട്ട് സമരം കാണാൻ, ഇടയ്ക്ക് പേപ്പറിൽ ഭയങ്കര സമരം. നമ്മൾ കമ്പനി ഇപ്പൊ പൂട്ടുന്നു, ഭയങ്കര സമരം, നിരാഹാരം, അനിശ്ചിതകാലം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണാണ്ട് നേരില്ലാതാണ്. എന്താണെന്നറിയോ, സമരം സംഘടിപ്പിക്കുന്ന ആലോചിച്ചെങ്കിൽ ഓനണ്ട് പിടിക്കും കമ്പനിക്കാര്. ഓൻ എന്താ ആവശ്യം അതാണ് കൊടുക്കും.
എനിക്കെന്തെല്ലാം ആവശ്യമുള്ളൂ എന്നാ കൊണ്ടേക്കോ, അതാണ് കൊടുക്കുമ്പോ പിന്നെ ഓന് പിന്നെ ന്യായം കണ്ടെത്തും. അല്ല ഓലിപ്പോ ഏതായാലും നമ്മളെ നാട്ടിൽ വന്ന് ഭൂമി പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അവിടെ കണ്ണുറുത്തിയതല്ലേ, അവിടുന്ന് പോലും വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അപ്പൊ ഈ സമരം ശരിയല്ല, ഓടൊഴിഞ്ഞു. ഇവങ്ങനെ ദിമ ഉണ്ടാക്കുന്നത് കാണുമ്പോ കുറച്ച് കഴിയുമ്പോ വേറെ ഇറങ്ങും കൊക്കക്കോളക്കെതിരെ. അപ്പൊ കമ്പനിക്കാര് പിന്നെ ഓനെ പോയി പിടിക്കും. ആ പണിയാ മടവൂരികൾ പിന്നെ ചെയ്തത്. ആരാണോ മുമ്പിലേക്ക് നിൽക്കുന്നത് അവനെ തന്നെ പിടികൂടിയിട്ട് സാക്ഷാൽ മടവൂരി ആദർശം തലക്ക് കയറ്റി കൊടുത്തിട്ട് അവനെ ഉപയോഗിച്ച് മടവൂരിസം പ്രചരിപ്പിക്കാനാ ഒരു ശ്രമിച്ചത്. അതിന് ഈ മൂന്നാള് പെട്ടുപോയി. ബാക്കിയുള്ള സംഗതി തിരിച്ചറിഞ്ഞു. ഇവര് മൂന്നാള് പെട്ടുപോയി മാത്രം. അല്ലെങ്കിൽ എത്ര രൂക്ഷമായിട്ടാന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ. നന്ദിപ്പള്ളിന് മുമ്പിൽ പോയിട്ട് അമ്പലക്കടവ് ഫൈസിയും മടവൂരികളും ഒന്നിച്ച് ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ ഇവിടെ പ്രസംഗം നടത്തിയപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ അനീഫ് കായ്ക്കുടി പറഞ്ഞത് ഇതാ ഈ ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട്, അത് അബദ്ധമല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട് അനീഫ് കായ്ക്കുടി പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞു, മുജാഹിദുകൾ ആരെങ്കിലും ജന്നിനെ വിളിക്കാമെന്ന് വാദിക്കുന്നവരായി പറയുന്നവരായി ഒരൊറ്റ പരാമർശം, ഒരൊറ്റ വരി നിങ്ങൾ കാണിച്ചാൽ മതി, ഞങ്ങൾ ഈ പള്ളി പൂട്ടിയിട്ട് ചാവ്യം കണ്ടു തരുന്ന. കേട്ടോ നിങ്ങൾ അന്ന് ഹനീഫ് കായ്ക്കുടി പറഞ്ഞ അയാളുടെ ആ ഒരു പ്രഖ്യാപനം. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട് എന്ന്. എന്തേ അതിനുശേഷം ഹനീഫ് കായ്ക്കുടി പിന്നെ ആ വഴിക്ക് പോകാത്തത്? താക്കോല് മാത്രമല്ല പള്ളി തന്നെ അവിടെ ആദർശത്തിലേക്ക് വെച്ചുകൊടുത്തതല്ലേ നമ്മൾ പിന്നെ കണ്ടത്. എന്തേ അന്ന് ഇയാള് പറഞ്ഞത്? അങ്ങനെ ധൈര്യമായി നമുക്ക് പറയാം, കാരണം നമ്മളെവിടെയും അത് പറഞ്ഞിട്ടില്ല, നമ്മളെവിടെയും എഴുതിയിട്ടില്ല. അത് ധൈര്യമായി നമുക്ക് പറയാം, നിങ്ങൾ കാണിക്കൂ, പള്ളി പൂട്ടി ചാവി തരാം. ഇത് പ്രസംഗിച്ചതിന് ശേഷം ഒരൊറ്റ കൊല്ലത്തിനിടയിൽ പിന്നെ എവിടെയാണ് കായക്കൊടി പുതിയതായി ആരെങ്കിലും എഴുതിയത്? ഇപ്പോഴും കായക്കൊടിക്ക് ഏതാ വായിക്കാനുള്ളത്? 2007 ഇസ്ലാഹി. ഇത് പറയുമ്പോ ഇസ്ലാഹില്ലേ? ആ ലേഖനം വന്നിട്ടില്ലേ? യാണിബാദത്തുള്ള ചർച്ചയില്ലേ? മടപൂരികളുമായി ഖണ്ഡനം നടക്കുന്നില്ലേ? എന്നിട്ടും നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല, ധൈര്യമായി നമുക്ക് വെല്ലുവിളിക്കാമെന്ന് പറഞ്ഞ ആൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എവിടെയാ പുതിയത് കിട്ടിയത്? കായക്കൊടി പറയണം, കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞങ്ങളെ ക്ലിപ്പിട്ട് ചോദിച്ചിരുന്നു, മിണ്ടിയിട്ടില്ല, കേട്ടിട്ടില്ല, അല്ല കേട്ടതായി നടിച്ചിട്ടില്ല. അതുകൊണ്ട് പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രോഗ്രാമിൽ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് കായക്കൊടിയോട്. ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. എന്ത് നിങ്ങൾ അന്ന് വെല്ലുവിളിച്ചുവല്ലോ, അതിനുശേഷം ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടാമെന്ന വാദം ജബ്ബാർ മൗലവിക്കുണ്ടെന്ന് പറയുന്നു. എങ്കിൽ എവിടെയാണ് അബദ്ധം പറ്റിയത്? താങ്കൾ അന്ന് പറഞ്ഞ വെല്ലുവിളി മനസ്സറിയാതെ കുബൂരികളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നുവോ? അതല്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പട്യമാണോ? രണ്ടാലൊന്ന് കാപ്പട്യമാകണ്ടേ? രണ്ടാലൊന്ന് കാപ്പട്യം. ഇസ്ലാഹാണോ കുഴപ്പം? എങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി കാപ്പട്യമായിരുന്നു. അല്ല അതിന് പ്രശ്നമില്ല എന്നാണോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കാപ്പട്യമാണ്. ഏതാ വസ്തുത, ഏതാ ശരി പറയേണ്ടതുണ്ട്. അത് പറയണം. ഇനി നിങ്ങൾ വരണം, വരാതിരിക്കരുത്. വന്നിട്ട് നിങ്ങൾ പറയണം, ഇതാ ഒന്നാമത്തെ ചോദ്യത്തിന് എന്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞ ഹനീഫ് കാ താങ്കൾ പറയണം. പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം.
കാരണം ഹനീഫ് കായ്ക്കുടിക്ക് പറയാൻ കഴിഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു, അവിടുന്ന് വിട്ടുപോയി, അവിടുന്ന് വഴിമാറിപ്പോയി, അത് പറയാനാവില്ല. ഇപ്പൊ ഖുറാഫയെ തെരഞ്ഞെടുക്കാൻ മൂപ്പരെ ചാവിയൊന്നും വേണമെന്നില്ല, എന്നാലും ഒരു കയ്യെങ്കിലും കൊടുക്കാനോ എന്ന പോലെ ഒപ്പ്. ചാവി ഇനിയിപ്പോ വേണ്ട, കാരണം എന്താ, ഞങ്ങൾ പറഞ്ഞിടത്ത് നിങ്ങൾ എത്തിയില്ലേ, അപ്പൊ നീ ചാവി വേണമെന്നില്ല. നീ വേണമെങ്കിൽ പല സ്ഥലത്തും നിങ്ങളെ മടവൂരും സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനം ഓരി വെച്ച പോലെ നമുക്ക് നന്ദിയിൽ വേണമെങ്കിൽ ഓരിയേക്കാനാ ഇപ്പൊ അമ്പലക്കടവിനൊക്കെ നയം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണല്ലോ. അങ്ങനെയാ പല പള്ളിക്കും ഇപ്പൊ സൗഹാർദ്ദമായി തുടങ്ങി. 10 കൊല്ലം കേസ് കൊടുത്ത് ലക്ഷങ്ങൾ കേസ് ചെലവഴിച്ച ചെർപ്പുളശ്ശേരി പള്ളിയിൽ എന്തേ ഇന്നലെ വെള്ളിയാഴ്ച അത്ഭുതം സംഭവിച്ചത്? എന്തേ അത്ഭുതം സംഭവിച്ചു? 10 കൊല്ലം കേസുമായി നടന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിന്റെ പേരിൽ പ്രവർത്തകന്മാർ 2 ചേരിയായി നിന്ന് അവസാനം കേസ് വിധിയായി വന്നിട്ടും KNM അനുകൂലമായി വിധി വന്നിട്ടും മടവൂര് കളയില്ലെന്ന് അത് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന ആളുകൾ എന്തേ ഇപ്പൊ മാറി? ഇപ്പൊ ആരാ? ഇന്നലെ ഖതീബ് ഉണ്ണിൻകുട്ടി മൗലവി. എവിടെ ചോറ്? മടവൂരി സെക്രട്ടറിന്റെ വീട്ടില്. അവിടെ ചോറ് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, ചോറ് അവിടുന്ന് വയ്ക്ക. പക്ഷെ എന്തേ 10 കൊല്ലം പറ്റാത്ത ചോറ് ഇപ്പൊ പറ്റി? അതിന് ഉത്തരവാ കിട്ടേണ്ടത്, അതിന് ഉത്തരവാ കിട്ടേണ്ടത്. എങ്കിൽ അമ്പലക്കടവ് പറയുന്നു, കായക്കൊടി എന്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും അഭൗതികം. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും അഭൗതികം. എന്റെ അഭിപ്രായം മഹാന്മാരും ജിന്നും മലക്കും ദുആ കേൾക്കും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആ കേൾക്കും. എന്റെ അഭിപ്രായം ജിന്നും മലക്കും മഹാന്മാരും ദുആക്ക് ഉത്തരം ചെയ്യും. താങ്കളുടെ അഭിപ്രായം ജിന്നും മലക്കും ദുആക്ക് ഉത്തരം ചെയ്യും. ഇത്രയല്ലേ ഇനി പ്രശ്നമുള്ളൂ? മഹാന്മാരല്ലേ ഇനി ബാക്കിയുള്ളൂ? അതുകൊണ്ട് നിങ്ങൾ ഖതീബായിക്കോളി, ഞാൻ വേണേ ഇമാമായിക്കോളാം, അല്ലെങ്കിൽ ഞാൻ ഖതീബാകാ, നിങ്ങൾ മുക്രിയായിക്കോളി, ഞാൻ പ്രസിഡന്റ് ആവാ, നിങ്ങൾ സെക്രട്ടറി ആയിക്കോളി. അത് പറയാൻ വേണ്ടി അമ്പലക്കടവ് കായക്കുടിയെ തെരഞ്ഞു നടക്കുന്നുണ്ട്. ചാവി കൊടുക്കാനല്ല, ചാവി വാങ്ങാനല്ല, ചാവി ഞൊരിക്ക് ആവശ്യമില്ല. കാരണം പള്ളിന്റെ ഓൽഡായി കഴിഞ്ഞു. പൂട്ടാതെ തന്നെ, പൂട്ടി ചാവി കൊടുക്കാതെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ആ പള്ളി ഉണ്ടാക്കിയത്, ആ ആദർശത്തിന് നേരെ അതിന്റെ കവാടങ്ങൾ കുട്ടിയടച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നന്ദിക്ക് പോകാൻ ധൈര്യമില്ല, സക്കരിയ സ്വലാഹി പോയില്ല എന്നാ പറഞ്ഞത്. അതും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൊടുത്തു. സക്കരിയ സ്വലാഹി ചെന്നു, ജബ്ബാർ മൗലവി ചെന്നു, ഞാനും ചെന്നു. ഇതാ ജബ്ബാർ മൗലവിയുടെ ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹി ഉണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നന്ദി ദാറുസ്സലാമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പരിധിയിൽ ചെന്ന് മുഖാമുഖം നടത്തി ആ കോളേജിലെ കുട്ടികൾക്ക് ഔദ്യോഗികമായി ആദ്യം തന്നെ കത്തും കൊടുത്ത് നിങ്ങൾ ചോദിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു വന്നില്ല. ഓൽക്കറിയാം ഇത് ഹനീഫ് കായക്കൂടല്ല, ഇത് മുജാഹിദീങ്ങളാണ് എന്ന് ഓൽക്കറിയാം. ഓലാ വഴിക്ക് വന്നില്ല, ആ വഴിക്കൊരു വന്നില്ല. എന്നാ കായക്കൂട് ചെല്ലട്ടെ. ഇനി ധൈര്യമുണ്ടോ? പുളിക്കല് വന്നതുപോലെ നന്ദിയിൽ വീണ്ടും ചെന്ന് ഹനീഫ് കായക്കൂടി മനസ്മൂലിയും ചെന്നിട്ട് ഇതേ വിഷയത്തില്, പ്രാർത്ഥന തൗഹീദ് എന്ന വിഷയത്തില് ഒരു മുഖാമുഖം നടത്തി. നന്ദിയിലെ കുട്ടികൾ വന്നോട്ടെ, അവര് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ ഹനീഫ് കായക്കൂടി താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പാ ഞങ്ങൾക്ക്. അത് നന്ദിനല്ല, എവിടെയും നിൽക്കാൻ ധൈര്യമില്ലല്ലോ. പുളിക്കൽ നിന്നോക്കി എന്റെ കഥ നമ്മൾ കാണും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ യഥാർത്ഥത്തില് ഈ 100 കൊല്ലം നമ്മൾ കൊണ്ടുവരുന്ന തൗഹീദ് അതിനെയാ പൊളിക്കുന്നത്. എന്നിട്ട് സലാം സലമി കാട്ടിയ പോലെ അഭൗതികം, അദൃശ്യം, വ്യതിയാനം ഇങ്ങോട്ട് വെച്ചു. സംഗതി വ്യതിയാനം മൂപ്പർക്കാം. മഞ്ഞപ്പിത്തം പിടിച്ചോനെ എല്ലാം മഞ്ഞയായി കാണുന്നാണല്ലോ ആ പണി ആ മൂപ്പയ്ക്ക് പറ്റിയത്. അതാ പബ്ബലുണ്ടായത്. അതുവരെ ഭൗതികമായി ഏത് പടപ്പിനും കഴിവുണ്ടെന്നും അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ എന്നും പറഞ്ഞവർ 2012 സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ അഭൗതികമാക്കിയിട്ട് ഇങ്ങോട്ട് പറയാ ഇവൻ ജിന്നൂരിയാണ്, ഇവൻ ജിന്നിന്റെ ആളാണ്, വാൻ ജിന്നിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ജിന്നിന്റെ പാർട്ടി ആരാ? ഈ പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഖുർആനും പറയുന്നു. ഖുർആനിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ റുഖിയാണ്. ഇത് അപ്പൊ ആരാ ജിന്നൂരി? ആരാ ജിന്നിന്റെ ആൾക്കാര്? ഇനി അതല്ല ഉള്ള ജിന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊരിക്കളഞ്ഞു എന്നാണോ? എന്നാ നമ്മൾ ജിന്നൂരിയായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ജിന്ന് ഊരി എന്ന് പറഞ്ഞ അതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ശരി, വിഷയം അതല്ല. അപ്പൊ ഇവിടെ പുതിയൊരു ആശയം കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ച് ഈ 100 കൊല്ലം നമ്മൾ പറഞ്ഞതും 114 കാലം അഹ്ലുസുന്ന സ്വീകരിച്ചതുമായ ആദർശം അഭൗതികമായ സഹായം റബ്ബിൽ നിന്ന് മാത്രം. അല്ലാത്തവർ മായം ലിക്കൂനമിൻ കിത്മീർ, കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കയില്ല. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. റഹ്മാനായ റബ്ബിനു മാത്രം
അതുകൊണ്ട് ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് മാത്രം ഇസ്തിആനത്ത്. ഇതല്ലേ 100 കൊല്ലം പഠിപ്പിച്ചത്? ഇതല്ലേ 114 കാലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചത്? ഇതല്ലേ പ്രമാണം മുന്നോട്ട് വെച്ചത്? എന്തേ അതിൽ നിന്ന് വഴിമാറിപ്പോയി? ഈ ഇബാദല്ല ഇന്നും ഇന്നലെയുമാണ് ചർച്ചയ്ക്ക് വന്നത്. 250-300 കൊല്ലം മുമ്പ് ലോകത്തറിയപ്പെട്ട ഖുറാഫികൾ ഇതുമായി വന്നിട്ടുണ്ട് അവർക്ക് ഇസ്തിഗാസ തെളിവാക്കാൻ. അന്ന് ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാർ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ മറുപടിയല്ല ഇത്രയും കാലം നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിന് അബദ്ധമുണ്ട് എന്ന് ആർക്കും തോന്നിയില്ലല്ലോ. കേരളത്തിലോ ആ ചർച്ച വന്നത് എപ്പോഴാ? ആ ചർച്ച വന്നത് ഉമർ മൗലവിയുടെ സൽസബീലിലാണല്ലോ. നമ്മൾ കണ്ടയിടത്തോളം നമുക്ക് ആദ്യം കിട്ടിയത്. തപ്പിയാ ചിലപ്പോൾ അതിന് മുമ്പും കിട്ടും. ഇത് തപ്പാ ഒഴിവില്ലാത്തതുകൊണ്ടപ്പോ 970-കളിൽ സൽസബീലിൽ ഉമർ മൗലവി എഴുതിയില്ലേ ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. അതാദ്യം പറഞ്ഞു. എന്നിട്ട് പറയാം, എന്നിട്ട് ഇനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമ്മളെ പിടുത്തം. സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. ഉമർ മൗലവി എന്താ പറയേണ്ടത്? ഇത് സ്വഹീഹായാലും ദഈഫായാലും ഇത് ശിർക്കാണ്, ഇത് ഒരിക്കലും നമുക്ക് പറ്റൂല എന്നല്ലേ പറയേണ്ടത്? ഇതിന് കിട്ടിയപ്പോ പിന്നെ ഉമർ മൗലവിന്റെ തൗഹീദൊന്നുമില്ല. അതുവരെ ഉമർ മൗലവിന്റെ തൗഹീദിലാണ്, കെപിയുടെ തൗഹീദിലാണ് എന്ന് പറഞ്ഞ് വയലീന മനുഷ്യന്മാർക്ക് പിന്നെ ഉമർ മൗലവിനെ ഓർമ്മനല്ല. പിന്നെ ഇവിടുന്ന് ഒറ്റ വാക്കുകൾ പറഞ്ഞു വിട്ടു. ഉമർ മൗലവിയും കുഞ്ഞീരും മദനിയും ഒക്കെ പഠിപ്പിച്ചെടുത്താണ് നമ്മളുള്ളത്. എവിടെ ഇവരുണ്ടോങ്ങള്? ഈ സൽസബീൽ ഉണ്ടോ നിങ്ങള്? ഉമർ മൗലവിയുടെ ഈ മറുപടി ഇന്ന് എഴുതാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും എഴുതുന്നു. ഈ ചോദ്യം ഞങ്ങളോട് ഇന്ന് വന്നാലും ഉമർ മൗലവി ഇവിടെ പറഞ്ഞ മറുപടി എന്തോ ഈ മറുപടിക്കപ്പുറം ഒരു ഹർഫ് ഞങ്ങൾക്കാർക്കും പറയാനില്ല. എന്നാൽ ഈ മറുപടി പറയുമോ കായക്കൂടി താങ്കളിപ്പോൾ? ഈ മറുപടിയല്ലേ നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞത്? ഖുറാഫികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, മടവൂരികൾ ചോദിച്ചപ്പോഴും ഈ മറുപടി പറഞ്ഞു, ഇപ്പോൾ നവമടവൂരികൾ ചോദിക്കുമ്പോഴും മുജാഹിദീങ്ങൾ ഈ മറുപടി ആവർത്തിച്ചു പറയുന്നു. മണ്ണാർക്കാട് ചോദിച്ചില്ലേ? മണ്ണാർക്കാട് സംഭവത്തിലേക്ക് സക്കറിയ സ്വലാഹിയെ പറഞ്ഞയച്ചത് കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പുളിക്കൽ ജാമിഅ സലഫിയിൽ ചേർന്ന് എ പി അബ്ദുൽ ഖാദിർ മൗലവിയും എം മുഹമ്മദ് മദനിയും അടക്കമുള്ള തലമുതിർന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് ആര് പോകണം, ആര് സംസാരിക്കണം, ആരവിടെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞയച്ചത്. KJവിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത സക്കറിയ സ്വലാഹി അന്നവിടെ പറഞ്ഞ മറുപടി എന്താ? കഴിഞ്ഞു വന്നപ്പോ ആരെങ്കിലും പറഞ്ഞോ ആ മറുപടി ശരിയായില്ല പറഞ്ഞു? ഈ മറുപടി മുജാഹിദീങ്ങളെ മറുപടി അല്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. 10 കൊല്ലത്തോളം പിന്നിട്ടിട്ടും ഇന്നും ആ മണ്ണാർക്കാട് സംവാദം എന്നത് മുജാഹിദുകൾക്ക് ഇന്നും ആവേശം തന്നെയാണ്. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? യാ ഇബാദ ചോദിച്ചപ്പോ അവിടെ സ്വലാഹി പറഞ്ഞ മറുപടി എന്താ കേട്ടോളൂ നിങ്ങള്. പിന്നെ യാ ഇബാദല്ലാ യഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മുടെ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. കണ്ടോ? അന്ന് KJവിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി പങ്കെടുത്ത് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർക്ക് നൽകിയ മറുപടിയാണിത്. അതിനുശേഷം അലിബിനും സുലൈമാനും കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഏതായാലും കാണൂല, കാരണം ഇപ്പം മുടിക്കെട്ടിനുള്ളിലാണല്ലോ. ഇനിയിപ്പോ എന്തായാലും കാണൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നൗസാദെങ്കിലും മിമിക്രിയുമായി ഇറങ്ങിയിരുന്നു, ഇപ്പൊ ഓനെയും പിടിച്ച് പുറത്താക്കി. അപ്പൊ അവിടെ ഈ ചങ്ങായി കളിച്ചോന്നപ്പോ എനിക്ക് സംശയം. കാരണം വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഈ സിൻഡിക്കേറ്റിൽ വരെ കളിച്ച മനുഷ്യന് ഇനിയിപ്പോ ലേശം ദൂരയിലുള്ളൂ മർക്കസിക്ക്. ചിലപ്പോ അവിടെയും പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചൂടാ എന്നില്ല. സാധ്യത ഉണ്ട്, തള്ളിക്കളയണ്ട. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ പുറത്ത് വരും. ജിഷാൻ മാഹിന്റെ അടുത്ത ഫോൺ ക്ലിപ്പ് വരും. അപ്പൊ ചിലപ്പോ നമുക്ക് കേൾക്കും അവിടെയും ഇയാളാ കളിച്ചത്. അത്ര വലിയ മോശക്കാരൻ നല്ലിട്ട ഇയാള്.
അത്ര മോശമൊന്നുമല്ല, വെറുതെ സമ്പാദത്തിന് വരാത്ത അത് ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും അന്ന് പറഞ്ഞ മറുപടി ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഈ മറുപടി ശരിയായില്ല, ജിന്ന് സഹായിക്കുന്നു, മലക്ക് സഹായിക്കുന്നു, അതെങ്ങനെ പറയാ, ഇത് ശിർക്കല്ലേ എന്ന് എന്റെ 2004 മണ്ണാർക്കാട് സംഭവത്തിൽ മറുപടി കൊടുത്ത് ഖുബൂരി സഖാഫിമാരടക്കം ആ മറുപടി ഏറ്റുവാങ്ങി ജീവൻ നഷ്ടപ്പെട്ട് തിരിച്ചു പോയിട്ട് അവിടുന്ന് 2012 വരെ ഇല്ലാത്തൊരാരോപണം എങ്ങനെ 2013 ഞാൻ ഇബാദത്ത് മലക്ക് പെട്ടാല് പുതിയ എങ്ങനെ ഉണ്ടായി? ആരാ മാറിയത്? ആരാ മാറ്റിയത്? ആരാ അത്തൂബു ഇലല്ലാഹ് എന്ന് പറഞ്ഞത്? ഞങ്ങൾക്കാർക്കും പറയേണ്ടി വന്നിട്ടില്ല അത്തൂബു ഇലല്ലാഹ് എന്ന്. ഈ വിഷയത്തിൽ അനസ് മൗലിക്ക് പറയേണ്ടി വന്നു. അതും എങ്ങനെയാ പറഞ്ഞത്? ഞാനോ ഹനീഫ് കായക്കൊടിയോ അബ്ദുറഹ്മാൻ സലഫിയോ ഈ വിശ്വാസം പേരിട്ടുണ്ടെങ്കിൽ അത്തൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു. അതെങ്ങനെ? 3 ആൾ വിശ്വാസം പേരിന് ഒരാൾ തൗബ ചെയ്യല? അവിടെ നിങ്ങൾക്ക് അവിടെയും പിഴച്ചു. ഉമർ മൗലവി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെയും പിഴച്ചിരിക്കുന്നു പറഞ്ഞത്. 3 ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു. അതെങ്ങനെയാ മൗലവി? ഒരാൾ തൗബ ചെയ്താൽ 3 ആളുടെ പൊറുക്കുക? ഇത് ഒരാൾ തന്നെ പൊറുക്കാൻ പറ്റിയ തൗബല്ല ആ ചെയ്തത്. എന്നിട്ടാ പിന്നെ 3 ആൾക്കും കൂടി ഒറ്റ തൗബ ആവട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന മറുപടി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സംവാദം കഴിഞ്ഞ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സംഘടിപ്പിച്ചുവല്ലോ. ആ വിശദീകരണത്തിലും എന്താ സലഫി പറഞ്ഞത്? ഇവിടെ ജിന്നെന്ന് പറഞ്ഞാൽ മരിച്ച ജിന്നല്ല, മലക്കെന്ന് പറഞ്ഞാൽ മരിച്ച മലക്കല്ല. എന്തേ സലഫി മരിച്ച ജിന്നും ജീവുള്ള ജിന്നും വ്യത്യാസം? വിളിയുടെ കാര്യത്തിൽ മരിച്ച ജിന്നും ജീവിച്ചിരിക്കുന്ന ജിന്നും തമ്മിൽ എന്തേ വ്യത്യാസം ഉണ്ടായത്? ആ വ്യത്യാസം എവിടെ പോയി? ഇപ്പോൾ എവിടെ പോയ വ്യത്യാസം? കേട്ടോളൂ അന്ന് സലഫി നൽകിയ ആ വിശദീകരണം. അപ്പോ ഇങ്ങനെയൊക്കെ വ്യക്തമായാലും ഞാൻ ഇബാദല്ലാഹ് അലിയൂനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ യാ ഇബാദല്ലാഹ് അലിയൂനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അള്ളാഹുവിന്റെ അടിമകളെ പിന്നെ എന്നെ സഹായിക്കുകയും എന്ന് വിളിച്ചു പറയാം. അപ്പൊ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് അത് ഉദ്ധരിച്ച ഹദീസ് വഴയിപ്പാണ് എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ പിന്നെ വേറെ ഹദീസിന്റെ അതിനെപ്പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നേ കാര്യം സഹിയാണുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതോ അതിനെ പറഞ്ഞിട്ട് ഒന്ന് സഹിയാന്ന് പറഞ്ഞത് അപ്പം അംഗീകരിച്ചല്ലോ, അത്രയെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനില്ല ശ്രമിക്കാറുള്ളത്. ഇന്ന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൊരാൾ ചെന്നത് അവിടെ ചെന്നുപെട്ടാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാ ഇബാദല്ലാഹ് അലിയൂനി അള്ളാന്റെ അടിയാറുകളെ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് അറിയാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാകും അവിടെയാണ്. അത് ആരൊക്കെ ഉണ്ടാകാം? മനുഷ്യനെ സഹായിക്കാൻ പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലായികത്തുണ്ട്, ഹഫവത്തുണ്ട്. അവരുടെ സഹായം നമുക്ക് കിട്ടിയെന്ന് വരും. ഇതേപോലെ തന്നെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നുപെട്ടു, ആരും നോക്കിയിട്ട് കാണാനല്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാകാൻ മതി. ആ മന്ദിരോ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു നിർവഹിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ കാണാത്ത ഏതെങ്കിലും മനുഷ്യന്മാരവരുടെ സഹായം കിട്ടുന്നത്. ഇതെന്ത് കണ്ടാലും ഏത് കേട്ടാലും അതൊക്കെ മരിച്ചവരാണ്, അതൊക്കെ മരിച്ചോര് കാണും, മരിച്ചോര് കേൾക്കും, മരിച്ചോരെ വിളിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ് എന്തിനാണ് അർത്ഥം വെക്കുന്നത്? അങ്ങനെയല്ലല്ലോ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ ഹഫവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജിന്നുകൾ ഉണ്ടാവുന്ന എന്നാലും മരിച്ചോടുന്നല്ല, മരിച്ച മലക്കുന്നല്ലോ, മരിച്ച ജിന്നിയൊന്നുമല്ല. നേരെ മറിച്ച് ഈ വിളി കേൾക്കുന്ന ജിന്നുകളുണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുകളുണ്ടാകും എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഞാൻ അതിന്റെ സന്നദ്ധയിലേക്കും അതേപോലെ തന്നെ അതിന്റെ ആ വിഷയങ്ങളിലേക്കും പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ പറയുന്ന വിഷയത്തിനായി തെളിയുകേ അല്ല. നിങ്ങൾ കാണാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാവും. അതുകൊണ്ട് ചെന്നുപെട്ടാല് പിന്നെ മണ്ടിയേയോ അല്ലെങ്കിൽ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് പറയാവുന്നതാണ് എങ്കിൽ ആ പറച്ചിൽ മരിച്ച ഏതെങ്കിലും ഒരു ശേഷിന്റെ പേര് വെച്ചിട്ട് നിങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ അമ്പർത്തങ്ങളെ രക്ഷിക്കും, അതല്ലെങ്കിൽ പിന്നെ മൊഴിശേഷിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നതിനൊരു തെളിവല്ല. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ കാണാത്ത ആളുകൾ നിങ്ങളുടെ രക്ഷത്തിൽ ഉണ്ടാവും എന്നാണ്. അവിടെ ഉണ്ടാവും. അല്ലാതെ മരിച്ചവരോട് പ്രാർത്ഥിച്ചവരുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ യാതൊരു തെളിവും ന്യായവും ഇല്ല. സഹായം ആരോട്? പിന്നെ നമ്മൾ കാണാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മൾ അറിയാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് അങ്ങനെ സഹായം ലഭിക്കാൻ ഇടയുണ്ടെന്നാണ്. അത് മരിച്ച ആളുകൾ
ആളുകളാണ് എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സ്വന്തം വകയാണ്. അത് പറഞ്ഞതൊന്നുമില്ല. അത് ഷൗക്കാനിയും പറഞ്ഞിട്ടില്ല. മരിച്ച ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നതൊന്നും പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ, ഈ വിളി കേൾക്കുന്ന ജിന്നുണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്കുണ്ടാകും.